നാരായണ 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 സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂർപുരേ മരുവിടും ഹരേ, കരുണയോടെന്നും കടാക്ഷിക്കേണമേ. അടിയനില്ലൊരു ശരണം നിൻ തിരുവടിയുടെ മലരടിയന്യേ കൃഷ്ണ. ഹരേ രാമ ഹരേ ഹരേ രാമ ഹരേ ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ ഹരേ. വിലോചനങ്ങളഞ്ജലദാഭാനിന്മൈ വിലോകനം ചെയ്തു സഫലമാവണം. സവണമിന്ദിരാരമണ നിൻ കഥാസവണം കൊണ്ടുതാൻ ഫലമണയണം. ഹരേ രാമ ഹരേ ഹരേ രാമ ഹരേ ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ ഹരേ. രസനയം ഭവൽ ഗുണനാമാമൃതരസം രസാനുകർന്നലം വിലസണം. കരങ്ങൾ മാരുദേശ നിൻ പദാർച്ചന പരങ്ങളായി പരം പരിലസിക്കണം. ഹരേ രാമ ഹരേ ഹരേ രാമ ഹരേ ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ ഹരേ. പദങ്ങളും അരുൾ പുരീശ നിന്നെ താൻ പ്രദക്ഷിണം വച്ചു സുരക്ഷ നേടണം. ശിരസ്സു കൃഷ്ണ നിൻ കടൽ താതിൽ നമസ്കരിച്ചനുഗ്രഹമണിഞ്ഞു മിന്നണം. ഹരേ രാമ ഹരേ ഹരേ രാമ ഹരേ ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ ഹരേ. മനസ്സു മോഹന മഹസായ നിന്മൈ നിനച്ചു നിർവൃതി നിതാന്തമേഷണം. ഇവണ്ണമിന്ദ്രിയ സമൂഹ കൃത്യമൻ സുവർണവാഹനാഭവൻ മയമാക്കി. ഹരേ രാമ ഹരേ ഹരേ രാമ ഹരേ ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ ഹരേ. ഭവാർണവം ജവാത്തരീച്ചനന്ദനും അവർണ്യമാം പദമണഞ്ഞിടാവൂ ഞാൻ. ഹരിഭക്തരൊത്തു ഭവാനെയും പാർത്തു ഹരിഗാനം ചെയ്തു രസിച്ചിടാവൂ ഞാൻ. ഹരേ രാമ ഹരേ ഹരേ രാമ ഹരേ ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ ഹരേ. മതമാശ്ചര്യങ്ങൾ കളഞ്ഞു കാക്കണേ, മുതാ വാത്സല്യേന കനിഞ്ഞു നോക്കണേ. ഹരേ രാമ ഹരേ ഹരേ രാമ ഹരേ ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ ഹരേ. ഗുരുവായൂർപുരമരുളി മിന്നുമൻ ഗുരുവര ശൗരേ കൃപാനിധേ ഹരേ. അടിയനില്ലൊരു ശരണം നിൻ തിരുവടിയുടെ പദരതിയന്യേ കൃഷ്ണ. ഹരേ രാമ ഹരേ ഹരേ രാമ ഹരേ ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ ഹരേ. ഹരേ രാമ ഹരേ ഹരേ രാമ ഹരേ ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ ഹരേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം
ജന്മാദ്യസ്യ യതൊന്വയാൽ ഇതതശ്ചാർദ്വേഷഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യം ദിയൽ സൂരയ തേജോ വാരിമൃതാമയഥാ വിനിമയോ യത്ര സർഗോ മൃഷാം ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. പീതാംബരം കരവിരാജിത ചക്രശംഖകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. സ്വാമിയേ ശരണമയ്യപ്പ. നമ പാർവതീപതയേ ഹര ഹര മഹാദേവ. ജയ് ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. ആഞ്ജനേയ സ്വാമി കീ ജയ്. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശമേധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം അസൂയാമസദ്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രഹര പരമാഹ്ലാദ ജനനീം ശ്രീജഗദംബികായൈ നമഃ. ചോറ്റാനിക്കരമേ ശരണം. കൊടുങ്ങല്ലൂരമ്മേ ശരണം. മൂകാംബികാ ഭഗവതീ ശരണം. ഭഗവതി പരദേവതേ പ്രസീദാം. വിജ്ഞാനം വിനയോപേതം വിമലം വിതനോത്തലം യൽവജ തം മമ ഗുരും വന്ദേഹം കൃഷ്ണകോകിലം. ഗുരുനാഥ ശരണം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പൻ്റെ പ്രത്യക്ഷ സ്വരൂപമാകുന്ന ശ്രീമദ് ഭാഗവതം അനുഭവിക്കാൻ ആർക്കാ മാഹാത്മ്യം എന്ന് ചോദിച്ചാൽ മറ്റാർക്കുമല്ല ഭുവി ഭാവുകാഹ എന്ന് സ്പഷ്ടമായിട്ട് ആദ്യം പറയുന്നുണ്ട് ഭാഗവതത്തിൽ. ഭൂമിയിൽ ജന്മമെടുത്തവർക്ക് വേണ്ടിയിട്ട് നാം. അപ്പോൾ എന്താ ഗുരുവായൂരപ്പൻ ഭാഗവത സ്വരൂപിയായിട്ട് മാറിയത് എന്ന് ചോദിച്ചാൽ ഭൂമിയിൽ മനുഷ്യന്മം കിട്ടിയവർക്ക് വേണ്ടിയിട്ടാണെന്ന് അർത്ഥം. അതുകൊണ്ടാണ് ഭാഗവത മാഹാത്മ്യം വിസ്തരിച്ച് പത്മപുരാണത്തിൽ പ്രതിപാദിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഈ ശ്രീമദ് ഭാഗവത കഥാമൃതരസം അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ ഭൂമിയിൽ വേണം. അത് മറ്റെങ്ങുമില്ല എന്നാണ്. ന സ്വർഗേ ന കൈലാസേ ന സത്യലോകേ നാസ്ത്യയം രസ. സ്വർഗനിവാസികളോട് ചോദിക്കാത്രേ, ഈ സ്വർഗത്തിലെ സപ്താഹം സത്രം ഭാഗവത പാരായണമൊക്കെ നടക്കണുണ്ടോ? അപ്പോൾ പറഞ്ഞു അത്ര ഇന്ദ്രാദികൾ, ന എത്ര വൈകുണ്ഠകഥാ സുധാപക. ഇവിടെ സപ്താഹമൊന്നും പതിവില്ല. പിന്നെ എന്താ ഉള്ളത് എന്ന് ചോദിച്ചാൽ ചെവിയിൽ രഹസ്യമായിട്ട് പറഞ്ഞു എന്നാണ് ഇന്ദ്രൻ. ഡിസ്കോ ഡാൻസ്, ഉർവശി, മേനക, രംഭ, തിലോത്തമ 4 പ്രത്യേക ശമ്പളം കൊടുത്ത് വച്ചേക്കാണ്. അവരുടെ ഡാൻസ് എന്ന് വെച്ചാൽ ലൗകിക സുഖം ഇങ്ങനെ അനുഭവിക്കുക. അതാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ. അത്രേ ഉള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥേ. അതുകൊണ്ടാണല്ലോ ഭാഗവതം കേൾക്കണവനും വായിക്കണവനും എന്താ കാംക്ഷിക്കേണ്ടത്? സ്വർഗരാജ്യം. അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. സ്വർഗായ എന്നല്ലേ. അപ്പോൾ സ്വർഗത്ത് വസിക്കുന്ന ദേവന്മാർ വരെ പ്രാർത്ഥിക്കുന്നൊരു ലോകം വേറെയുണ്ട്. അതുകൊണ്ടാണ് ഭാഗവതാരംഭത്തിൽ സ്വർഗായ ലോകായ സത്രം സഹസ്രം ആസദ എന്ന് പറഞ്ഞത് എന്നർത്ഥം. അവിടെ സ്വർഗലോകായ എന്ന് പറയായിരുന്നില്ലേ? അങ്ങനെയല്ല പറഞ്ഞത്. സ്വർഗായനൻ്റെ ലോകം എന്നാണ്. അപ്പോൾ സ്വർഗായനൻ എന്ന് പറഞ്ഞാലാ വിഷ്ണു എന്നാണ് അർത്ഥം. അപ്പോൾ വിഷ്ണുപദപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് എന്നർത്ഥം. അങ്ങനെയുള്ള ഭാഗവത രസ പൂർണ്ണത ആനന്ദം അനുഭവിക്കണമെങ്കിൽ സ്വർഗത്തിൽ പോയാൽ കിട്ടില്ല എന്നർത്ഥം. ന സ്വർഗേ ന കൈലാസേ. പെരുന്നിട്ടപ്പനോട് ചോദിക്കുക അത്രേ. അവിടെ
ഭാഗവത പാരായണമൊക്കെ അപ്പം അതുകൊണ്ടോ? ഇവിടെ ഒരു വധുവില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പം ഗുരുവായൂർക്ക് പോയിരിക്കുക, അവിടെ സത്തം നടക്കല്ലേ. അതുകൊണ്ട് കൈലാസം വിട്ട് പെരുന്തിട്ട അപ്പൻ ഭാഗവത കഥാമതം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നുണ്ടാ. കൈലാസത്ത് കിട്ടില്ല എന്നർത്ഥം. ഇനിയിപ്പോൾ അടുത്ത ആളാണ് ബ്രഹ്മാവ്. ബ്രഹ്മാവോട് ചോദിച്ചു അത്രേ, എന്താ സത്യലോകത്ത്? ആ പരിപാടി ഇവിടെ ഇല്ല. എന്നാൽ സത്യലോകേ നാസ്ത്യയം രസ. അതുകൊണ്ട് ബ്രഹ്മാദേവന്മാർ അവരുടെ ലോകങ്ങൾ വിട്ട് ഭാഗവത രസം അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പോന്നിരിക്കുകയാണ് എന്നർത്ഥം. അതാണ് ഇപ്പം പറയാനില്ലേ, സത്രമായിട്ട് ഇത്രയൊക്കെ ഓഡിയൻസ് ഉള്ളൂ, അയ്യോ എന്ന് തോന്നണില്ലേ? എനിക്ക് തോന്നണില്ല. കാരണം പരോക്ഷത്തിൽ ധാരാളം പേര് ഇത് കേൾക്കാൻ വേണ്ടി വന്നിരിക്കുന്നുണ്ട്. ദേവദാനവ ഗന്ധർവാഹ ഇതല്ലേ, ഗംഗ തുടങ്ങിയിട്ടുള്ള നദികൾ ഭാഗവത കഥാരസം കേട്ടാൽ അവർക്ക് അവിടെ ഇരിക്കാൻ വയ്യാന്നാണ്. നമ്മളാണെങ്കിൽ ജനലടയ്ക്കും കേൾക്കണ്ടെന്ന്. അവർ നേരെ മറിച്ചാണ്. അവർ അതൊക്കെ വിട്ട് ഭാഗവതരസം അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പോരുകയാണ്. പ്രധാനപ്പെട്ട നദികൾ മുഴുവൻ ഗംഗ സരസ്വതിയും ഒക്കെ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. എന്നിട്ട് കാണണില്ലോ എന്നാണ്. അവരൊക്കെ സ്ഥൂലരൂപത്തിൽ ഇങ്ങോട്ട് പോന്നാൽ പിന്നെ നമ്മുടെ കഥ എന്താവും? അതുകൊണ്ട് സൂക്ഷ്മരൂപത്തിൽ അവിടെ സാന്നിധ്യം. നഗാഹങ്ങൾ, പ്രധാനപ്പെട്ട 7 പർവ്വതങ്ങൾ, ഹിമാലയം തുടങ്ങിയിട്ടുള്ള 7 പർവ്വതങ്ങൾ സൂക്ഷ്മരൂപിയായിട്ട് ഭാഗവതരസം അനുഭവിക്കാൻ വേണ്ടിയിട്ട് വന്നുകൂടിയിട്ടുണ്ടാവുകൊണ്ട് ഓഡിയൻസ് മോശമായി എന്ന് വിചാരിക്കണ്ട. ദേവദാനവ ഗന്ധർവാഹ, സർവ്വദേവന്മാരും ദാനവന്മാരും ഗന്ധർവന്മാരും ഒക്കെ അവിടെ ഒന്നും ഈ സുഖം രസം അനുഭവിക്കാൻ പറ്റണില്ല എന്നൊക്കെ സ്വസ്ഥാനങ്ങൾ വിട്ട് ഇങ്ങോട്ട് പോരുകയാണെന്നർത്ഥം. ഇതാണ് പെരുന്തട്ടപ്പൻ പ്രത്യേകിച്ച് അനുഭവിച്ച ആളാണെന്നർത്ഥം. ഭഗവത് സ്വരൂപത്തെ പാനം ചെയ്ത് അഹം ദൈവ അച്യുതപ്രിയ എന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ് മഹാദേവൻ എന്ന് പറഞ്ഞാൽ. എന്നുവെച്ചാലോ, ചിത്രകേതുവിൻ്റെ കഥയിൽ പറയണില്ലേ, സാക്ഷാൽ പാർവതീദേവിയോട് പറയണുണ്ട്, ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ച് ഇരിക്കുമ്പോൾ ചോദിക്കാറില്ലേ, ആരെയാ ധ്യാനിക്കണത്? പാർവതിക്ക് ഇടയ്ക്കിടയ്ക്ക് സംശയമാണ്. പഴയ മോഹിനി വേഷം കണ്ടേ പിന്നെ സംശയമാണ്. അതുകൊണ്ട് ചോദിച്ചു എന്നാണ്, എന്താ എപ്പോഴും ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കണേ, ആരെയാ? സ്വാമോഹിനിം പായത്വാം. ഇതാണ് ആ മോഹിനി സ്വരൂപത്തെ എല്ലാ സമയത്തും ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് മഹാദേവൻ. ആ മഹാദേവൻ പ്രാർത്ഥിക്കണ എന്താണെന്നറിയോ, ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ എന്നെ ഒരു അച്യുതൻ്റെ ഭക്തനാക്കി തരണേ. അഹം ജൈവ അച്യുതപ്രിയ, അച്യുതൻ്റെ ഭക്തനാകാൻ വേണ്ടി കൊതിക്കണ ആളാണ് മഹാദേവൻ എന്ന് പറഞ്ഞത്. എന്താ അച്യുതൻ്റെ ഭക്തന് മഹാത്മ്യം എന്ന് ചോദിച്ചാൽ, അച്യുതൻ്റെ ഭക്തനായാൽ സ്വർഗം, നരകം, സുഖം, ദുഃഖം, നന്മതിന്മകളൊക്കെ ഒരേപോലെ കാണാനുള്ള കാഴ്ചപ്പാട്, അതാണ് വിഷ്ണുഭക്തൻ്റെ യോഗ്യത എന്നർത്ഥം. എന്നല്ലേ ചിത്രകേതുവിന് ശാപം കെട്ടി വൃത്രാസുരനായിട്ട് വന്ന് പറക്കണ്ട വന്നില്ലേ? തീഷ്ണമായ വിഷ്ണുഭക്തനാ ചിത്രകേതു എന്ന് പറഞ്ഞാൽ. അനുഭവങ്ങൾ എത്ര വന്നു ഇല്ലേ? കോടിക്കണക്കിന് ഭാര്യമാര് സന്തതിയില്ലാന്ന ദുഃഖം. അവസാനം ഉണ്ടായതോ അത് ഇതായി, അപകടമായി. അപ്പോഴും ഒരു മാറ്റമില്ല വിഷ്ണുഭക്തിക്ക്. അങ്ങനെ തീവ്രമായ കഠിനമായ അനുഭവങ്ങളെ കൊണ്ട് വിഷ്ണുവിനെ ആശ്രയിച്ച ആൾ ചിത്രകേതു. എന്നിട്ട് അവസാനം എന്താ കിട്ടിയത്? പാർവതിയുടെ ശാപം. ഉമയാഭിഷേപേ, ഉമയുടെ ശാപം കിട്ടി. വൃത്രാസുരനായിട്ട് വന്ന് പറക്കണ്ട വന്നു. ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. നമ്മൾ പറയില്ലേ മലയാളത്തിൽ, തീയിൽ കുരുത്തവൻ വെയിലത്ത് വാടുവോ? വാടിയിട്ടില്ല. ആണ് തികഞ്ഞ വിഷ്ണുഭക്തനായിട്ട് വന്ന ആളായതുകൊണ്ട് തിക്താനുഭവങ്ങളുടെ കുരമ്പകൾ മറവിടത്തിൽ വന്നിങ്ങനെ കൊള്ളുമ്പോഴും ഹരേ 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 എന്ന് വിളിച്ച് വിഷ്ണു ലോകത്തെ എത്തിയ പുണ്യാത്മാവ് വൃത്രാസുരൻ. അതാണ് ഇപ്പോൾ ജീവിതത്തിലെ ക്ലേശങ്ങൾ, വ്യഥകൾ, വേദനകൾ, സുഖങ്ങൾ, ദുഃഖങ്ങൾ, നന്മതിന്മകൾ ഇതൊക്കെ ഭഗവാന്റെ പ്രസാദമായിട്ട് കണക്കാക്കുന്നവനാണ് സവൈ ഭാഗവതോത്തമ. ഇതാണ് ഭാഗവതം പുസ്തകം 250 മേടിച്ചിങ്ങനെ ചുവന്നുകൊണ്ട് നടക്കുന്ന ആളല്ല ഭാഗവതം. നേരെ മറിച്ച് ജീവിതത്തിൽ എന്തെന്ത് ഇഷ്ടമായിട്ട് അനുഭവങ്ങൾ വരുമ്പോഴും ഇതൊക്കെ ഭഗവാന്റെ പ്രസാദം അവിടുന്ന് നിശ്ചയിച്ചു, ഞാൻ സ്വീകരിച്ചു എന്നല്ലാണ്ട് ലെവലേശൊരു പതർച്ച ഇല്ല. അതാണ് വിഷ്ണുഭക്തനാവാൻ കൊതിക്കുന്ന മഹാദേവൻ. അതുകൊണ്ട് നമ്മളെയൊക്കെ ആ ഭാഗവതോത്ത പദവിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് 41ാമത്തെ പ്രാവശ്യം ശ്രീമദ് ഭാഗവത സത്രം
ഇവിടെ തന്നെ വേണം നിശ്ചയിച്ച് മഹാദേവൻ ചുമലക്കാരനായിട്ട് നടത്തുകയാണ് എന്നർത്ഥം. പോരാ, ഈ രസം അനുഭവിച്ച ഗോപിമാർ പറയുന്നുണ്ട്, എന്താ, പരാപരാ പരാപരമാനന്ദമെന്നതേ പറയാവൂ എന്ന് പാടിയ പോലെ ഗോപിമാർ പറയുന്നുണ്ട്. ഉദ്ധവനോടാണ് പറയണത് ഉദ്ധവ ഗീതയിൽ. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി ഉദ്ധവ. അപ്പോൾ ചോദിച്ചു ഉദ്ധവൻ, എന്താ അബദ്ധം പറ്റിയത്? യതനുചരിത ലീലാകർണപീയൂഷ വിപ്രിൽ സകൃൽ അധന വിദൂതദ്വന്ദ്വധർമാ വിനഷ്ടാഃ സപതി ഗ്രഹകുടുംബം ദീനമുത്സൃജ്യ ദീനാഃ ബഹവൈവ വിഹംഗാ ഭിക്ഷുചര്യാം ചരന്തീം. ആ ശ്രീകൃഷ്ണൻ്റെ മഹാത്മ്യത്തെ ചെവി എന്ന ഇന്ദ്രിയം കൊണ്ട് ഇവിടെ പറയണത് വിപ്പുൾ എന്ന് വെച്ചാൽ സകൃൽ, ഒരു ഡ്രോപ്പ് അറിയാണ്ട് ഞങ്ങളൊന്ന് അനുഭവിച്ചു പോയി. അതോടുകൂടി എന്തായി? സപതി ഗ്രഹ വിഹംഗാഃ ദ്വന്ദ്വധർമാ വിനഷ്ടാഃ ബഹവ ഇവ വിഹംഗാഃ ഭിക്ഷുചര്യാം ചരന്തീം. ദ്വന്ദ്വങ്ങളൊന്നും ഇല്ലാണ്ടായിട്ട് ഭിക്ഷുക്കളെ പോലെ ഇങ്ങനെ സഞ്ചരിക്കാറായി നാം. കുടുംബം ഇല്ല, മക്കള് മരുമക്കള് അല്ലെങ്കിൽ പ്രാരബ്ധം ലെവലേശം ചിന്തിക്കണില്ല. അപ്പം നമുക്ക് തോന്നില്ലേ, ഇങ്ങനെ ഗുരുവായൂരപ്പൻ്റെ കഥാമൃതം തുള്ളി അനുഭവിച്ചതൊക്കെ വിട്ടങ്ങോട്ട് കളയാന്ന് വെച്ചാൽ അപകടമല്ലേ? അതല്ല അർത്ഥേ. ദ്വന്ദ്വധർമാ വിനഷ്ടാഃ വിഹംഗാ ഇവ ഭിക്ഷുചര്യാം ചരന്തി എന്ന് പറഞ്ഞ് ദ്വന്ദ്വങ്ങൾ ഇല്ലാണ്ടായി. നേരത്തെ പറഞ്ഞില്ലേ, സുഖം ദുഃഖം നന്മതിന്മ രണ്ടായിട്ടൊന്നില്ല, അല്ല ഒന്നായിട്ടിങ്ങനെ കാണാറായി എന്നാണ്. അതാണ് വിഹംഗങ്ങൾ, പക്ഷികൾ പറന്ന് പറന്ന് ഉയർന്നുയർന്ന് സഞ്ചരിക്കണ പോലെ പ്രാരബ്ധം ലെവലേശം ഏശാണ്ട് ഇങ്ങനെ സഞ്ചരിക്കാറായി എന്നാണ്. പ്രാരബ്ധം ഇല്ല എന്നല്ല പറഞ്ഞത്, ശരീരം ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ഉണ്ട്. ഗുരുവായൂരപ്പനുണ്ടായി പിന്നെയാണോ നമ്മുടെ കഥ? അപ്പോൾ ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് കർമ്മഫലം കർമ്മബന്ധം എന്നുള്ളത് ശരീരം എടുത്തവർക്കൊക്കെ പറഞ്ഞേക്കണ കാര്യമാണ് എന്നർത്ഥം. അതിൽ പ്രാരബ്ധം അതറിയാണ്ട് പോവുക, അതാണ് ആവശ്യം. ഇല്ലാണ്ടാക്കാൻ നിവൃത്തിയൊന്നുമില്ല, നേരെ മറിച്ച് അനുഭവത്തിൽ വരാണ്ടിരിക്കാറായ എന്താ കാരണം? ചെവി കൊണ്ട് ശ്രീകൃഷ്ണ കഥാമൃതത്തെ ഒരു തുള്ളി എന്ന് അനുഭവിച്ചോട് കൂടിയിട്ട് മറ്റ് പ്രാരബ്ധം ഒന്ന് ലെവലേശം ഏശിയിട്ടില്ല എന്നാണ് അർത്ഥം. അല്ലാണ്ടതൊക്കെ വേണ്ടാന്ന് വെച്ച് സത്തത്തിൽ പോയിരുന്നു എന്നല്ല കേട്ടോ അർത്ഥം. അങ്ങനെയല്ല. സ്വധർമ്മപരിനിഷ്ഠയ അവനവൻ ചെയ്യേണ്ട കർത്തവ്യങ്ങളെ കൂടിയിട്ട് ഈശ്വരനെ സേവിക്കുക, അതാണ് നിയമം. അല്ലാണ്ട് എല്ലാം വിട്ടുപോകലല്ല, എല്ലാത്തിൽ കൂടിയിട്ട് ഈശ്വരനെ കണ്ടെത്തി ഈശ്വര സേവയായിട്ട് കണക്കാക്കാറാവലാണ് ഭാഗവധർമ്മം എന്ന് പറഞ്ഞത്. അല്ലാണ്ട് ഒന്നും ഉപേക്ഷിച്ച് പോകണമെന്ന് പറഞ്ഞിട്ടേ ഇല്ല, അത് പരമവിഡ്ഢിത്താണ്. അങ്ങനെയല്ല, അതാണ്. അപ്പം ആ നിലയിൽ ഞങ്ങൾക്ക് ദ്വന്ദ്ങ്ങൾ വിട്ട് എല്ലാത്തിലും ഈശ്വരനെ കണ്ടുകൊണ്ട് സഞ്ചരിക്കാറായി എന്നർത്ഥം. അതാണ് രണ്ടില്ലാണ്ടായി, ഒന്നിലേക്ക് പൂർണ്ണാശയം വന്നപ്പോൾ രണ്ടില്ല എന്നർത്ഥം. ആ നിലയിൽ എത്താറായി എന്നാണ്. അതാണ് ഭഗവാന്റെ പ്രത്യേകിച്ച് ദശമസ്കന്ധത്തിലെ ശ്രീകൃഷ്ണ കഥാമൃതത്തിൻ്റെ മഹാത്മ്യം. കുചേലൻ പറയണില്ലേ, അദ്ദേഹത്തിൻ്റെ ഉപാഖ്യാനത്തിൽ കേൾക്കാം. ആത്മാനം സ്വർഗതും യഥാ, കണ്ണുകൊണ്ട് ഭഗവാന്റെ രൂപത്തേക്കിനെ അനുഭവിക്കുക, ചെവി കൊണ്ട് കൊഞ്ചൽ വർത്തമാനങ്ങൾ അനുഭവിക്കുക, ത്വകീന്ദ്രിയം കൊണ്ട് തൊട്ട് ചേർന്നിങ്ങനെ ഇരിക്കുക ശ്രീകൃഷ്ണനെ. അപ്പോൾ ത്വകീന്ദ്രിയം കൊണ്ടുള്ള അനുഭൂതി നാവ് കൊണ്ടതാ സീതാമാവേ ഇത് കഴിക്കൂ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ അങ്ങനെയുള്ള നിലയിൽ രസനേന്ദ്രിയം കൊണ്ട് അനുഭവിക്കുക, എല്ലാ ഇന്ദ്രിയങ്ങളെ കൊണ്ടും അനുഭവിക്കാറായി. അപ്പം എല്ലാ കൊണ്ടും ഈശ്വരനെ അനുഭവിക്കാറാവലാണ് വാസ്തവത്തിൽ വേണ്ടത്, മനുഷ്യന്മത്തിൽ നേടേണ്ടത് അതാണ്. അത് ഗോപിമാർ അനുഭവത്തിൽ കൂടിയിട്ട് പറഞ്ഞു എങ്കിൽ ഇവിടെ ആ ഗോപിമാർക്ക് ഭഗവാന്റെ വേണുഗാനാമൃതം അനുഭവിച്ച സന്ദർഭത്തിൽ മേൽപ്പത്തൂർ പറയണ്ടല്ലോ നാരായണീയത്തിൽ, മാരബാണധുതഖേജനീകുലം നിർവികാര പശുപക്ഷി മണ്ഡലം ദ്രാവണം ദൃഷതാമഭിപ്രഭോ താവകം വ്യജനി വേണുകൂചിതം. മാധവ വേണുവിൻ മാതക നിസ്വനം നാലഞ്ചു തുള്ളിയെ കാതാസ്വദിച്ചുള്ളു
കാലടി മണ്ണിലൂറയ്ക്കാതായി. ഭട്ടതിരിപ്പാട് പറയാ, മനസ്സിനെ മഥനം ചെയ്യുന്ന വേണുഗാനം അത് എല്ലാവർക്കും അനുഭവേദ്യമായിട്ട് വന്നു. ഇനിയിപ്പോൾ അടുത്ത പ്രഭാഷണത്തിൽ കേൾക്കാം എൻ്റെ മാഹാത്മ്യം. അത് ദ്രാവണം ച ദൃഷതാം അഭി എന്നാണ്. പാറക്കെട്ടിനെ വരെ അലിയിപ്പിച്ച് ഭഗവാങ്കലേക്ക് എത്തിച്ചൂതാണ്. അപ്പോൾ പാറക്കെട്ട് വരെ ശ്രീകൃഷ്ണൻ്റെ വേണുഗാന അമൃതത്തിൽ ലയിച്ച് കൃഷ്ണപദവിയിലേക്ക് എത്തിയെങ്കിൽ ഗുരുമാർക്ക് തോന്നുക കഷ്ടം നമുക്ക് മാത്രമല്ലേ കൃഷ്ണനെ അനുഭവിക്കാൻ പറ്റാണ്ട് വന്നിട്ടുള്ളൂ എങ്കിൽ അങ്ങനെ ആയാൽ പോരാ. ആ ശ്രീകൃഷ്ണനെ സ്വന്തമാക്കണം നിശ്ചയിച്ചുകൊണ്ടാണ് ഗോപികമാർ കാർത്തിക മാസത്തിൽ കാത്യായനി വ്രതമായിട്ട് ഭഗവതിയെ സേവിച്ചു. ഭഗവാനെ കിട്ടാൻ വേണ്ടി ഭഗവതിയെ സേവിച്ചു നാം. ഇവിടെ പറയണത് ഹേമന്തേ പ്രഥമേ മാസി, ഹേമന്തം എന്നാണ് പ്രത്യേകം അത് പറയുന്നുണ്ട്. എന്നുവെച്ചാലോ മാർഗശീർഷവും പൗഷവും ചേർന്ന ഒന്നിനാണ് ഹേമന്ത കാലഘട്ടം എന്ന് പറയാം. ഭഗവത്ഗീതയിൽ പറയണില്ലേ, ഭഗവാൻ ഉപദേശത്തിൽ ഭാഗവതത്തിലുണ്ട്, വിഭൂതി യോഗം പറയുമ്പോൾ മാസാനാം മാർഗശീർഷോഹം, മാസങ്ങളിൽ മാർഗശീർഷം ഞാനാകുന്നു. അതാണ് മണ്ഡലം. അതേപോലെ തന്നെ ഈ വൃശ്ചിക മാസത്തിലുള്ള ഭഗവത് സേവകൾക്കൊക്കെ മഹാത്മ്യം വരാൻ കാരണം ഏറ്റവും കേമായിട്ട് ഈശ്വരസേവ ചെയ്യേണ്ട ഒരു ഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ മാസാനാം മാർഗശീർഷോകം, മാർഗശീർഷമാണ്. അതാണ് വൃശ്ചികം ധനു ചേർന്ന ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ. അത് സ്കാന്ദപുരാണത്തിൽ അത് പറയുന്നുണ്ട്. ഈ മഹാത്മ്യം പറയുമ്പോൾ മാർഗശീർഷത്തിലുള്ള ഭഗവത് സേവയുടെ മഹാത്മ്യം സ്കാന്ദപുരാണത്തിൽ പ്രത്യേകമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. വൈഷ്ണവഖണ്ഡത്തിൽ സ്കാന്ദപുരാണത്തിൽ മാർഗശീർഷ മാസത്തിൻ്റെ മഹാത്മ്യം സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഗോപിമാർ മണ്ഡലക്കാലം മുഴുവൻ ഭഗവാനെ സേവിക്കാൻ നിശ്ചയിച്ചത്. കാർത്തിക മാസം വൃശ്ചിക മാസമാണല്ലോ. എന്ന് മാത്രമല്ല, കാർത്തികയ്ക്ക് മറ്റൊന്ന് മഹാത്മ്യമുണ്ട്. സാക്ഷാത് ജഗദംബിക ഭഗവതിയുടെ ജന്മമാസമാണ് കാർത്തിക എന്ന് പറഞ്ഞാൽ. കുമാരനല്ലോ കാർത്തിക വിശേഷമല്ലേ, കാർത്തിക നാളുമാണ് ഭഗവതിക്ക്. അപ്പം എല്ലാ തരത്തിലും ശക്തേയ ഉപാസനകൾക്കും വൈഷ്ണവ ഉപാസനകൾക്കൊക്കെ യോഗ്യതയുള്ളൊരു മാസമാണ് മാർഗശീർഷം എന്ന് പറഞ്ഞാൽ. അതാണ് അവർ പ്രത്യേകത ഉൾക്കൊണ്ടുകൊണ്ടാണ് ഭഗവാനെ കിട്ടാൻ വേണ്ടി ഭഗവതിയെ സേവിക്കാൻ നിശ്ചയിച്ചു. നന്ദപ്രജകുമാരികാഹ ചേരു ഹവിഷ്യം ഭുഞ്ജാന കാത്യായന്യർച്ചനവ്രതം. അവർ കാത്യായനിയെ സേവിക്കാൻ പുറപ്പെട്ടു എന്നാണ്. ഹവിഷ്യം ഭുഞ്ജാനാഹ, ഹവിഷ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവാനും ഭഗവതിക്കും നിവേദിക്കുന്ന സാധനത്തിനാണ് ഹവിസ് കേട്ടില്ലേ, അതാണ് ഹവിഷ്യം. അത് ഭുഞ്ജാനാഹ, നേദ്യം കഴിഞ്ഞാൽ ആ നിവേദ്യ പ്രസാദം മാത്രമേ കഴിക്കുകയുള്ളൂ, വേറെ ഒന്നും കഴിക്കില്ല. കുമാരികാഹ, വിവാഹം കഴിയാത്ത കുട്ടികൾ, അങ്ങനെയാണ് എന്നർത്ഥം. അതാണ് ഹവിസ്. ഇതൊക്കെ ഇന്നത്തെ ചെറുപ്പക്കാരികൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഹവിസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ, ഇന്നൊന്നും സാധനമാണാവോ നിശ്ചയമില്ല. നാളെ ഒരാൾ ഫോൺ ചെയ്തു എനിക്ക്, അപ്പോൾ തേവാരം കഴിച്ചുകൊണ്ടിരിക്കുക, കുറച്ച് കഴിഞ്ഞ് വിളിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ ചോദിക്കുക, എന്തെന്നാ ഈ തേവാരം ഇഡലിയും സാമ്പാറും കഴിക്കണ പോലെയാണോ എന്ന്. ആ നിലയ്ക്കാണ് പോയേക്കണത്, കാലം പോയത് ആ മട്ടായി എന്നർത്ഥം. അപ്പോൾ ഹവിസ് എന്നുവെച്ചാൽ എന്താ സാധനം എന്ന് ചോദിച്ചാൽ ഇനിയിപ്പോൾ അത് പറയണം, ആ മട്ടായി. ഭാഗവതത്തിൽ 2-ാം സ്കന്ധത്തിൽ പറയുന്നുണ്ട്, ഹവ്യകവ്യ അമൃതാന്നാനാം ജിഹ്വ സർവരസാനാം ച എന്ന് വ്യാസം എഴുതിയിട്ടുണ്ട് അവിടെ. ഈ ഉണക്കരി വേവിച്ചാണല്ലോ നേദിക്കണത് അല്ലേ അമ്പലത്തിൽ. ഉണക്കലരി വേവിച്ച് അത് ദേവന്മാർക്ക് നിവേദിക്കുമ്പോൾ അമൃതാക്കിക്കൊണ്ട് അതാണല്ലോ നേദ്യം കഴിക്കുമ്പോൾ അമൃതമുദ്ര കാണിച്ച് അത് അമൃതാക്കിയിട്ടാണ് പ്രാണായ സ്വാഹ അപാനായ സ്വാഹ തുടങ്ങുന്നത്. ദേവന്മാർ അമൃതാക്കിയാലേ സ്വീകരിക്കുള്ളൂ. അതാണ് ഹവ്യ കവ്യ അമൃതാന്നാനാം. അപ്പോൾ ഉണക്കലരി വേവിച്ചത് ദേവന്മാർക്ക് നിവേദിക്കുമ്പോൾ അമൃതാക്കിയിട്ടാണ് എന്നർത്ഥം. ബ്രാഹ്മണരുടെ 2 കൈകൾക്കൊരു പ്രത്യേകതയുണ്ട്. എന്താ? ഒന്ന് ലെഫ്റ്റ് ഹാൻഡ്, ഒന്ന് റൈറ്റ് ഹാൻഡ്. അത് ശരിയാ, പക്ഷെ അതല്ല. അവരുടെ വലത്തെ കൈ അഗ്നിയും
ഇടത്തെ കൈ കൈത്തളം അമൃതുമാണ്. അതാണ്. അപ്പോൾ രണ്ടും ചേർത്താണ് ഈ മുദ്ര കാണിക്കുന്നത്. എന്നുവെച്ചാൽ അഗ്നിയുടെ സ്പർശം കൊണ്ട് അമൃത് ഉരുകി വർഷിക്കട്ടെ, അമൃതീ ഭവ എന്നാണുള്ള മുദ്ര. അതുകൊണ്ടാണ് ബ്രാഹ്മണൻ അനുഗ്രഹിക്കുമ്പോൾ രണ്ട് കൈയും ചേർത്ത് വേണം അനുഗ്രഹിക്കാൻ. ഇടത്തെ കൈ താഴെയും വലത്തെ കൈ മുകളിലും വച്ച് വേണം എന്നാണ്. ഇതൊക്കെ ഇന്നത്തെ മുഖ്യന്മാർക്കും മറ്റേ നിശ്ചയമുണ്ടോ ദൈവത്തിനോട് ചോദിക്കണം. അങ്ങനെയാണ്. എന്താ അത്? ഈ പറഞ്ഞതാണ്. വലത്തെ കൈ മുകളിൽ വയ്ക്കുമ്പോൾ അഗ്നിസ്പർശം കൊണ്ട് അമൃത് ഉരുകി അമൃതീ ഭവ, അതാണ് അനുഗ്രഹം. അപ്പോൾ അതാണ്. അപ്പോൾ ദേവന്മാർക്ക് നിവേദിക്കുമ്പോൾ അമൃതാക്കിയിട്ട് ഹവ്യകവ്യ, ഈ ഉണക്കരി വേവിച്ചതാണ് ഹോമിക്കാൻ ഉപയോഗിക്കാറുണ്ട് അല്ലേ? ഇപ്പോൾ മൃത്യുഞ്ജയത്തിനുണ്ടല്ലോ, ഒന്ന് ഹവിസാണല്ലോ. ആ അഗ്നിദേവന് ഹോമിക്കുമ്പോൾ അതിൻ്റെ പേരാണ് ഹവിസ് എന്നാണ്. അഗ്നിദേവനാകുമ്പോൾ ഹവിസായിട്ട്, ദേവന്മാർക്കാവുമ്പോൾ അമൃതായിട്ട്. ഇതേ ഉണക്കരി വേവിച്ചാണ് ശ്രാദ്ധ ഇടുക ഇല്ലേ? പ്രതികർമ്മങ്ങൾ ചെയ്യുമ്പോൾ അപ്പം അതിൻ്റെ പേരെന്താ? കവ്യം. അതാണ് കവ്യ അമൃതാന്നാനാം ജിഹ്വ സർവരസാനാം ജ. അപ്പോൾ ഒരേ സാധനം ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടാണ് അല്ലേ? ദേവന്മാർക്ക് അമൃതമായിട്ട്, പിതൃക്കൾക്ക് കവ്യമായിട്ട്, അഗ്നിദേവനാകുമ്പോൾ ഹവിസ്സായിട്ടാണ്. അപ്പോൾ ഇവിടെ ഹവിഷ്യം എന്ന് വെച്ചാൽ ദേവീദേവന്മാർക്ക് നിവേദിക്കുന്നത്. ആ നിവേദ്യ പ്രസാദം മാത്രമേ കഴിക്കുള്ളൂ. അങ്ങനെയുള്ള വ്രതമാണ് നടത്തുന്നത്, വേറെ ഒന്നും കഴിക്കില്ല. അങ്ങനെയാണ് അവർ കാത്യായനിയെ സേവിച്ചതാണ്. ഉമാ, കാത്യായനി, ഗൗരി, കാളി, ഹൈമവതീശ്വരി ഒക്കെ ഒരേ ഇതിലാണ് പറയണത്. അപ്പോൾ ഉമയാണ്, പാർവതീദേവിയാണ്. ഈ കാത്യായനിക്കും ഒരു മഹത്വം മറ്റു പുരാണങ്ങളിൽ പറയുന്നുണ്ട്. മഹിഷാസുരനാൽ ദേവന്മാർ പീഡിതരായപ്പോൾ വിഷ്ണു, ശിവൻ, ബ്രഹ്മാവ് ഇവരിൽ നിന്ന് ഉണ്ടായ കോപത്തെ ഒരു രൂപമാക്കി മാറ്റി കാത്യായനി മഹർഷീതാണ്. അങ്ങനെയാണ് ആ സ്വരൂപത്തിന് കാത്യായനി എന്ന് പേര് വരാൻ കാരണം. അതാണ് ഇവിടെ കാത്യായനിയെ സേവിച്ചു, ഭഗവതിയെ സേവിച്ചു. ദാമ്പത്യാർത്ഥം ഉമാം സതീം എന്ന് ഭാഗവത് തന്നെ പറയുന്നുണ്ട്. ദമ്പതികളാകാൻ വേണ്ടി സേവിക്കുന്നത് ഉമാപരമേശ്വരന്മാരെയാണ് നൃത്തം, പെരുന്നിട്ടപ്പനെയാണ് നൃത്തം, ഉമാപരമേശ്വരന്മാർ. അപ്പോൾ ഇവിടെ ഉമയുടെ മറ്റൊരു പേര് അല്ലെങ്കിൽ സങ്കല്പമാണ് കാത്യായനി എന്ന് പറഞ്ഞത്, അല്ലാണ്ട് വ്യത്യാസമൊന്നുമില്ല. അതാണ് ഉമ, അത് പ്രമാണമാണ്. കാത്യായനി, ഗൗരി, കാളി, ഹൈമവതീശ്വരി, ഇതാണ് പര്യായങ്ങൾ. അപ്പോൾ ഒരേതാണ്, വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ അവർ വെളുപ്പാങ്കാലത്ത് ആപ്ലുത്യ അംഭസി കാളിന്ത്യ ജലാന്തേ ചോദിതേരുണേ കൃത്വ പ്രതികൃതിം ദേവീം അനർച്ചും നൃപ സൈകതിം. വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് ജലാന്തേ, ഓരോന്നിൻ്റെ അർത്ഥം പറഞ്ഞുകൊണ്ടിരുന്ന ഇന്ന് മുഴുവൻ ഈ അധ്യായം പറയേണ്ടവർ കേട്ടോ. ജലാന്തേ മുങ്ങിക്കുളിച്ചിട്ട് എന്നാണ്, അല്ലാണ്ട് വെള്ളം അങ്ങനെ തളിച്ചു അതല്ല, മുങ്ങിക്കുളിച്ചിട്ട്. ജലാന്തേ ആപ്ലുത്യാംബസി ചോദിതേ അരുണേ. എപ്പോഴാത്? അരുണോദയത്തിന് അല്ലെങ്കിൽ അരുണോദയത്തിൻ്റെ ഘട്ടത്തിൽ. അരുണോദയം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? അരുണോദയം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സൂര്യോദയത്തിൻ്റെ ഒരു യാമം മുമ്പായിട്ട് അതിനാണ് അരുണോദയം എന്ന് പറയാം. സൂര്യോദയത്തിന് അരയാമം, ഒരു യാമം എന്നും പറയണ്ട, അരയാമം മുമ്പെയുള്ള സമയത്തിനാണ് ഈ പറഞ്ഞ അരുണോദയം എന്ന് പറയണത് എന്നർത്ഥം. ആണ് അരുണോദയത്തിൽ മുങ്ങിക്കുളിച്ചിട്ടാണ്, ആ കാളിന്തിയിൽ മുങ്ങിക്കുളിച്ചുകൊണ്ടാണ് എന്നർത്ഥം. അതും പ്രത്യേകിച്ചുണ്ട്. ഈ പ്രാതകാലത്ത് അല്ലെങ്കിൽ പ്രത്യേകിച്ച് അരുണോദയ ഘട്ടങ്ങളിലൊക്കെ ഭഗവത് സേവയ്ക്ക് വളരെയധികം മാഹാത്മ്യമുണ്ട്. മനുഷ്യൻ്റെ മനസ്സ് സാത്വികമായിട്ടൊരു ഘട്ടമാണ് എന്നർത്ഥം. അതല്ലാണ്ട് വന്നതിൻ്റെ വൈകല്യം ഭാഗവതത്തിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് നളകൂപര മണിഗ്രീവന്മാരെ ശപിച്ചു നാരദൻ ഇല്ലേ, കഥയില്ലേ? എന്താ കാരണം? വെളുപ്പാങ്കാലത്ത്, അതിനവിടെ ഒരു പദം വ്യാസം പറയുന്നുണ്ട്, അംഭോജ വനരാജിനി എന്നാണ്. മനസ്സിലായില്ലേ? അംഭോജ വനരാജിനി ആ ഘട്ടമാണ്. എന്താ ശപിക്കാൻ കാരണം? അത് പറയാൻ വേണ്ടിയിട്ടാണ്. ശപിക്കാൻ കാരണം താമരപ്പൂവ്
സൂര്യപ്രകാശം ഏറ്റ് വിടരുന്ന ഘട്ടം നാം പ്രാതകാലത്താണ്. ആ കാലത്ത് ഇവർ എന്താ ചെയ്തത്? വയസ്സവണ്ട മക്കളാണല്ലോ നളകൂര മണിഗ്രീവന്മാർ, ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ VIP മക്കളാണ്. അവർ ചെയ്ത പരിപാടി എന്താ? വെളുപ്പാങ്കാലത്ത് ഈശ്വരനെ സേവിക്കേണ്ട ഘട്ടം, സന്ധ്യാവന്ദനാദികൾ ഹോമാദികളൊക്കെ ചെയ്യേണ്ട ഘട്ടമാണ്. ആ ഘട്ടത്തിൽ മദ്യപാനം കഴിഞ്ഞ് മധുരാക്ഷിമാരായിട്ട് കിടന്ന് പൊളഞ്ഞു സ്വിമ്മിംഗ് പൂളിൽ, കേമായില്ലേ? അതുകൊണ്ടാണ് ശപിക്കാൻ കാരണം, വെറുതെ അല്ല. അപ്പോൾ ആ കാലത്തിൻ്റെ വൈകല്യം കണ്ടാണ് ശപിച്ചത്. കുരുത്തം കെട്ട് രണ്ടും മരക്കുറ്റികളായിട്ട് പോയി പറക്കമ്പാടിയിൽ, അതാണ്. അപ്പം എന്താ, അതൊക്കെ നമുക്ക് സന്ദേശമല്ലുണ്ട്. ഭാഗവതം 41 കൊല്ലം സത്രമായിട്ട് കേട്ടു പോയിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ കഥകൾക്കല്ല, അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന താത്വിക കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് സത്രം വച്ചേക്കണത്. അത് മനസ്സിലാക്കണ്ടേ? അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ കാലത്തിൻ്റെ വൈകല്യം കൊണ്ടാണ് ശപിച്ചത്, വെറുതെ അല്ല. അപ്പോൾ ഭഗവത് സേവയ്ക്ക് ഏറ്റവും മറ്റൊരു ഘട്ടമാണ് ഈ പറഞ്ഞത്. അരുണോദയത്തിൽ കാളന്തിയിൽ മുങ്ങിക്കുളിച്ചവർ സൈകതിം മണലുകൊണ്ട് ബിംബമുണ്ടാക്കി പൂജ കഴിച്ചു. മണലുകൊണ്ടാണ് എന്നർത്ഥം. ഭാഗവതത്തിൽ ഏകാദശം 27-ാമത്തെ അധ്യായത്തിൽ 8 തരത്തിൽ പൂജിക്കേണ്ട വിധി പറയണില്ലേ? അവിടുത്തെ സ്വാഗതാണല്ലോ. ശൈലീദാരുമൈ ലൗപ്യ ലൗഖ്യലേഭ്യ ലേഖ്യാജ സൈകതി മനോമയി മണിമയി അഷ്ടവിധാ സ്മൃത. 8 തരത്തിൽ. അതിൽ കല്ലുകൊണ്ട് ശിലാവിഗ്രഹങ്ങളായിട്ട് പ്രതിഷ്ഠ കഴിച്ച് പൂജിക്കാം. പിന്നെയോ മണലുകൊണ്ട്, അതേപോലെ മരം കൊണ്ട് ദാരു ആയിട്ടുള്ള പ്രതിഷ്ഠകൾ ധാരാളം ഉണ്ടല്ലോ അമ്പലങ്ങളിൽ. ഈ ശാന്താട്ടം ഉണ്ടെങ്കിൽ പിന്നെ ദാരു ആണ് പ്രതിഷ്ഠ എന്ന് വ്യക്തമാണല്ലോ. അതേപോലെ മണികൊട്ടി പൂജ കഴിക്കുക, കളം വരച്ച് പൂജിക്കുക. കളെഴുത്തും പാട്ടില്ലേ? ലേഖനം ചെയ്യുകയാണല്ലോ. അതേപോലെ സാളഗ്രാമാദികൾ ശ്രീചക്രാദികൾ വച്ചുകൊണ്ട് പൂജ കഴിക്കുക. 8 തരത്തിലായിട്ട് വിധിയുണ്ട്. അതിലൊന്നാണ് സൈകതി. മണലുകൊണ്ട് തികച്ച് അവർ പൂജിച്ചു എന്നാണ്. ഭഗവതിയുടെ വിഗ്രഹം ഉണ്ടാക്കി കൃഷ്ണനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു. സൈകതിയും. അപ്പോൾ ഒരു ചോദ്യം, സ്ത്രീകൾക്ക് പൂജ നിഷിദ്ധാണോ? നിങ്ങളൊന്നും ചോദിക്കാത്ത എന്താ? ഞാൻ ഇപ്പോൾ ഇത്ര നേരം വന്നിട്ടൊന്നും ചോദിക്കണില്ല. അപ്പോൾ ഞാൻ തന്നെ ചോദിക്കാം, സ്ത്രീകൾക്ക് പൂജ നിഷിദ്ധാണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ ഇത് പറയുമോ? കുമാരികാ പൂജ കഴിച്ചു എന്നല്ലേ പറഞ്ഞത്. അതും ഇവിടെ പറഞ്ഞത് പ്രവാളഫല തണ്ടുലൈഹി എന്ന് സ്പഷ്ടമാണ്. ഷോഡശ ഉപചാരങ്ങളായിട്ട് പൂജ കഴിച്ചു എന്നാണ്. തണ്ടുലെന്ന് വെച്ചാൽ അക്ഷതം. അപ്പോൾ അക്ഷതം കൂട്ടി ആവാഹിച്ചു. അപ്പോൾ വ്യക്തമാണ്, യഥാർത്ഥത്തിലുള്ള സങ്കല്പത്തിലുള്ള പൂജയാണ്. എന്താ കാരണം? അത് ചിന്തിക്കണമല്ലോ. സത്രതാണല്ലോ, അല്ലാണ്ട് കഥ കേട്ട് കാര്യമില്ലല്ലോ. എന്താ കാരണം? തളിച്ചു മെഴുകി സ്ഥിരപ്രതിഷ്ഠയല്ല, അതുകൊണ്ടാണ് പൂജ കഴിച്ചത്. മനസ്സിലായില്ലേ? ബിംബം അഷ്ടബന്ധമായിട്ട് ഉറപ്പിച്ച സങ്കല്പത്തിലല്ല, തളിച്ചു മെഴുകി മണലുകൊണ്ട് എന്നല്ലേ? അപ്പോൾ വ്യക്തമല്ലേ? ഉറപ്പിച്ചിട്ടില്ല, ഉറപ്പിക്കാത്തതല്ലേ? ചലാചലേതി പ്രതിഷ്ഠ ജീവമന്ദിരം. ഭാഗവത ശ്ലോകമാണല്ലോ, 27-ാം അധ്യായത്തെ ശ്ലോകമാണ്. ചലാചലേതി ചലിക്കുന്നത്, ചലിക്കാത്തത് എന്നല്ലേ? അപ്പോൾ ഇത് ചലിക്കണതല്ലേ? ആണല്ലോ, ചലിക്കണടുത്ത് പൂജ കഴിക്കാമല്ലോ. ഓണത്തിന് തിരുവോണത്തിൻ്റെ അന്ന് തളിച്ചു മെഴുകി ഓണത്തപ്പന് നേദ്യം കഴിക്കണില്ലേ? സ്ത്രീകളല്ലേ പതിവ്. തിരുവാതിര വരാൻ പോവല്ലേ, എട്ടങ്ങാടി നേദിക്കണ ആരാ? ശങ്കരൻ നമ്പൂരിയോ? ഒരു കാര്യമില്ല, നേരെ പറഞ്ഞാണ്. മംഗല്യമുള്ള സ്ത്രീകൾ വേണം നേദിക്കാത്തതാണ് അല്ലേ? മനസ്സിലായില്ലേ? എട്ടങ്ങാടി എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അതൊക്കെ കൊണ്ടുവരാൻ പറ്റും വാനിക്ക് വരുമ്പോൾ. എട്ടങ്ങാടി നേദിക്കണത് സ്ത്രീകളല്ലേ? എന്താ കാരണം? തളിച്ചു മെഴുകി സ്ഥിരപ്രതിഷ്ഠയല്ല, അചലം അല്ല, ചലേതി. മനസ്സിലായില്ലേ? അതാണ് സൈകതിയും. മണലുകൊണ്ട് അവരതിഗംഭീരമായിട്ട് പൂജ കഴിച്ചു. ഉച്ചാവജൈസ്തോപഹാരൈഹി പ്രവാള ഫല തണ്ടുലൈഹി. പ്രവാളം എന്ന് വെച്ചാൽ വെറ്റില, തളിരല അല്ലേ? പ്രസന്നം പൂജയ്ക്ക് താമ്പൂലം നേദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പ്രവാളം അതാണ്. വെറ്റില, ഫലം, പഴവർഗ്ഗങ്ങൾ, തണ്ടുലൈഹി അക്ഷത ചേർത്ത് ഷോഡശ സങ്കല്പത്തിൽ ഉപചാരങ്ങളായിട്ടുള്ള ഗംഭീരമായിട്ട് പൂജ കഴിച്ച് അവർ പ്രാർത്ഥിച്ചു. കാത്യായനി മഹാമായേ മഹായോഗിന്നധീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ ഗുരു തേ നമഃ. കാത്യായനി ഭഗവതി, ഞങ്ങൾക്ക് നന്ദഗോപയുടെ മകനാകുന്ന കൃഷ്ണനെ പതിമേ ഗുരു തേ നമഃ, പതിയായിട്ട് തരണേ എന്ന് പറഞ്ഞ് അതിനായിക്കൊണ്ട് നമസ്കരിക്കുന്നു എന്നാണ്. ഇവിടെ ആ ശ്ലോകത്തിൽ
ഒരു പ്രത്യേകതയുണ്ട്. നന്ദഗോപസുതം എന്ന് എടുത്തു പറയുന്നുണ്ട് ഗോപിമാർ. അത് വ്യാഖ്യാനത്തിൽ പറയണ്ട, അങ്ങനെ അത് എടുത്തു പറയണതാന്ന് പലരും പറയണില്ല. കൃഷ്ണനെ കല്യാണം കഴിക്കാറാവണേ എന്നൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല അവർ. അതാണ് എടുത്തു പറയണേ. നന്ദഗോപരുടെ ഉണ്ണിയാകുന്ന ഭഗവാനെ എന്നല്ലേ, വസുദേവയുടെ ഉണ്ണി എന്ന് പറഞ്ഞിട്ടില്ല, നന്ദഗോപരുടെയാണ്. അത് പറയാൻ എന്താ മനസ്സിലാവണില്ലേ? എന്താ കാരണം എന്ന് ചിന്തിക്കണമല്ലോ. കാരണമുണ്ട്. നന്ദഗോപുരത്തിൽ ഭഗവാൻ എത്ര നാളുണ്ടായിരുന്നു? 7-7.5 വയസ്സ് ഇല്ലേ? അത്രേ ഉള്ളൂ. അപ്പോൾ 7-7.5 വയസ്സ് പ്രായം മാത്രമായ ശ്രീകൃഷ്ണനെയാണ് അവർ പതിമേ ഗുരു. അതുകൊണ്ട് അവർക്ക് യാതൊരു പോരായ്മകളും ഇല്ല. അതാണ് വ്യാസൻ്റെ വാക്ക് ആപ്റ്റാണ്. കാരണം ഒരു കുട്ടിയായ കൃഷ്ണനെയാണ് അവർ പ്രത്യേകിച്ച് പതിയായിട്ട് കിട്ടാൻ മോഹിച്ചത്, അല്ലാണ്ട് യൗവനയുക്തമായിട്ട് 21 കഴിഞ്ഞ കൃഷ്ണനെ അല്ല. അതാണ് വ്യത്യാസം. അതുകൊണ്ടാണ് നന്ദഗോപസുതം, ബാല്യഭാവത്തിലുള്ള കൃഷ്ണനെയാണ് എന്നർത്ഥം. കാപട്യമില്ലാത്ത നിഷ്കളങ്കമായിട്ടുള്ള പ്രാർത്ഥനയാണ്, അല്ലാണ്ട് ലൗകിക ചിന്തകളൊന്നും അവരുടെ ഉള്ളിലില്ല. അതിനാണ് നന്ദഗോപസുതം പതിമേ ഗുരു തേ നമ എന്ന് പറഞ്ഞ് അവിടെ പുഷ്പാഞ്ജലി ഉണ്ടായി. ഇതാണ് അതറിഞ്ഞു ഭഗവാൻ. എന്നിട്ടാണ് എല്ലാവരും ചേർന്ന് വന്നു നോക്കുമ്പോൾ വസ്ത്രങ്ങളൊക്കെ കരയിൽ അഴിച്ചു വെച്ച് തുടിച്ച് കളിച്ച് കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവാതിരയ്ക്ക് ഇങ്ങനെയാണല്ലോ. ആ വസ്ത്രങ്ങളൊക്കെ ഭഗവാൻ ആ കടമ്പ് വിഷത്തിൽ കെട്ടിത്തൂക്കി മധ്യത്തിൽ നിന്നുകൊണ്ട് ഓടക്കുഴ വിളിക്കാൻ തുടങ്ങിയതാണ്. ആ ഓടക്കുഴ നാദം കേട്ടപ്പോൾ ഗുരുമാർക്ക് മനസ്സായിരിക്കണു ഇവിടെ എവിടെയോ വന്നിട്ടുണ്ട്. കാരണം മതനാതുരചേതസോന്വഹം, മനസ്സിനെ മതിക്കുന്ന ഒന്നാണ് ഭഗവാന്റെ വേണുഗാനം എന്ന് പറഞ്ഞത്. ഇതാണല്ലോ ഹൈമി എന്ന് പേരാകുന്ന ശ്രീകൃഷ്ണൻ്റെ ഓടക്കുഴലതാം. ഇന്നിപ്പോൾ ജലപിശാച് കൂടിയുണ്ട്. വായനക്കാർക്കും അതെ, വായന കേൾക്കണവർക്കും അതെ. ഓടക്കുഴൽ വയ്ക്കാൻ പാടില്ല, മുടിഞ്ഞു പോകുന്നതാണ്. പ്രളയം വന്ന് കാരണം അത്ര സപ്താഹക്കാർ ഓടക്കുഴൽ വെച്ചിട്ടാണ് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന പാർട്ടിക്കാരൊക്കെ ഉണ്ട്. പമ്പര വിഡ്ഢിത്തം. കാരണം കോമളം കൂജയൻ വേണം ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ധ്യാനശോക ശ്രീകൃഷ്ണൻ്റെ തന്ത്രസമുച്ചയത്തിലെ ഗ്രന്ഥത്തിൽ ശ്രീകൃഷ്ണ പൂജയെക്കുറിച്ച് പറയുമ്പോൾ ആ ഓടക്കുഴൽ ഒരംഗമായിട്ട് നസിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അംഗന്യാസത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ണ്, മൂക്ക്, ചെവി ഒക്കെ പോലെ ഒരംഗമായിട്ട് നസിക്കേണ്ട ഒന്നാണ്. അതാണ് ആ വേണു മാറ്റിയാൽ പിന്നെ ഭഗവാൻ വൈകല്യമായി എന്നാണ്, അംഗവൈകല്യമായി എന്നാണ്. അപ്പം അത്ര മഹാത്മ്യമാണ്. എന്നിട്ടാണ് നമ്മൾ പറഞ്ഞത് വായന കേട്ട് നമുക്ക് ഭ്രാന്തായി, അതുകൊണ്ടാണ് മരണം അല്ലെങ്കിൽ മുടിഞ്ഞു പോകുന്നതാണ്. അങ്ങനെയല്ല, ഹൈമി എന്ന് പേരാകുന്നതാകുന്ന ഒന്നാണ് ഭഗവാന്റെ ആ വേണു എന്ന് പറഞ്ഞത്. ഇനി അതിൽ നിന്ന് ഉതരുന്ന ശബ്ദം എന്താണെന്ന് ചോദിച്ചാൽ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. ഹ്രീം എന്ന വശീകരണമാകുന്ന മന്ത്രത്തിൻ്റെ ധ്വനിയാണ് വേണുഗാന ആലാപത്തിൽ സ്പഷ്ടമായിട്ട് വരുന്നത്. ഹ്രീം എന്ന് വെച്ചാൽ വശീകരണമാണ്. അതല്ലേ ആ ആലോചിച്ച് നോക്കുക. ഈ ഓടക്കൊള്ളു കൊണ്ടല്ലേ സർവ്വ ജീവജാലങ്ങളെയും ഭഗവാൻ നിയന്ത്രിച്ചത്. പശു തൊട്ട് എന്തൊക്കെയുണ്ടോ ആണ് ഭട്ടരി പറഞ്ഞത്. മാരബാണധുതകേജരീകുലം നിർവികാര പശുപക്ഷി മണ്ഡലം ദ്രാവണം ദൃശതാമഭിപ്രഭോ താവകം വ്യജനി വേണുകൂജിതം എന്ന് വെറുതെ അല്ലാതർത്ഥം. ആ നാദം കൊണ്ടാണ് സർവചരാചരങ്ങളെയും നിയന്ത്രിച്ചു വച്ചതെങ്കിൽ അപ്പം ആ ശബ്ദത്തിൻ്റെ ശക്തി ഉണ്ടാവും. ഹ്രീം എന്ന കാമാക്ഷരി മന്ത്രത്തിൻ്റെ പൂർണ്ണതയാണ് വേണുവിൽ നിന്ന് ഉതരുന്ന ശബ്ദം എന്ന് പറഞ്ഞാൽ. അത് കേട്ടപ്പോൾ മനസ്സിലായി അവിടെ അടുത്ത് എവിടെയോ വന്നിട്ടുണ്ട്. പക്ഷെ വെള്ളത്തിൽ നഗ്നകളായിട്ട് കുളിച്ചുകൊണ്ടിരിക്കില്ല, അതുകൊണ്ട് നോക്കാം മടിയുണ്ട്. ഭഗവാനാണെങ്കിലോ പരിഹാസമുവാചഹ, പരിഹസിച്ചൂതാം. എന്നിട്ടാ പറഞ്ഞത് നിങ്ങളുടെ വസ്ത്രം എന്നല്ലേ പറഞ്ഞത്. ഒരു കാര്യമായിക്കോളൂ, നിങ്ങൾ ഓരോരുത്തരായിട്ട് കയറി വന്ന് അവരവരുടെ വസ്ത്രം കൊണ്ട് എടുത്തോളാം, അതാ നല്ലത്. ഇതാണ് കാരണം വസ്ത്രം മാറിയ കേസൊക്കെ ഭഗവാൻ ഓർക്കണ്ടാവും. പണ്ട് വസ്ത്രം മാറിയിട്ടുണ്ടല്ലോ, ദേവയാനിക്ക് പറ്റിയ അബദ്ധതാണല്ലോ യയാദിക്ക്. അതുകൊണ്ട് അതൊന്നും വേണ്ട, അവരവരുടെ വസ്ത്രം സ്വീകരിക്കാം, ഓരോരുത്തരായിട്ട് വന്ന് സ്വീകരിച്ചോളൂ. ഞാൻ സത്യമാണ് പറഞ്ഞത്, തമാശയൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞു ശ്രീകൃഷ്ണൻ. അപ്പോഴാണ് അവർ കേമായിട്ട് ലജ്ജ നല്ലോണമുണ്ട്. ക്ഷേളിതം ദൃഷ്ടുവ, കാരണം വെള്ളത്തിൽ നഗ്നകളായിട്ട് കുളിക്കുകയല്ലേ, നല്ലവണ്ണം ലജ്ജയുണ്ട് അവർക്ക്. അത് ഭഗവാൻ പ്രത്യേകം ശ്രദ്ധിച്ചൂതാണ്. അവർ പറഞ്ഞു
അവിടുന്ന് ആരാ വാസ്തവത്തിൽ? നന്ദഗോപയുടെ ഉണ്ണിയല്ലേ, എല്ലാവർക്കും പ്രിയനായിട്ടുള്ള ആളല്ലേ. നന്ദഗോപസുതം പ്രിയം ജ്ഞാനീമോങ്കപ്രജസാഖ്യം ദേഹി വാസാംസി വേപിതാ. ഈ തണുത്ത വെള്ളത്തിലേ കഴുത്തോളം വെള്ളത്തിൽ മുങ്ങി നിൽക്കുക, വിറയ്ക്കാണ് ഞങ്ങളിങ്ങനെ. അതുകൊണ്ട് വിഷമിപ്പിക്കരുത്, വേഗം അങ്ങോട്ട് തന്നോളൂ, ഞങ്ങൾ അവിടുത്തെ ദാസിമാരല്ലേ എന്നൊക്കെ ആദ്യം കേമായിട്ടൊക്കെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അത്രയും, ശ്യാമസുന്ദരതേ ദാസ്യ കരവാമതവോദിതം ദേഹി വാസാംസി ധർമ്മജ്ഞ നോജേ രാജ്ഞേ ബ്രുവാമഹേ. സുന്ദരക്കണ്ണ, ഞങ്ങളവിടുത്തെ ദാസിമാരാണ്, വസ്തുവൊക്കെ തന്നോളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞെന്താ, ഇല്ലെങ്കിൽ ഞങ്ങൾ ചെന്ന് പറയും, നന്ദഗോപയോട് പറയും. വാശി പോലെ അത്ര ഒക്കെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട് ഭഗവാൻ. അപ്പോഴാണ് പറഞ്ഞത്, അതെ നിങ്ങളെ ദാസിമാരാണ് എന്നല്ലേ പറഞ്ഞത്. എന്താണ് ഇവിടെ പറഞ്ഞത്? യതിമേ ദാസ്യ, എൻ്റെ ദാസിമാരെന്നല്ലേ പറഞ്ഞത്. ദാസ്യം എന്ന് വെച്ചാൽ എന്താ? എന്തു പറയുന്നു അനുസരിക്കുക, ചോദ്യം ചെയ്യലില്ല. അതാണ് എൻ്റെ മഹാത്മ്യേ. ഭവത്യോ യതിമേ ദാസ്യോ മയോക്തം വാ കരിഷ്യത അത്രാഗത്യ സ്വവാംസാംസി പ്രതീക്ഷന്തു ശുചിസ്മിതാ. നിങ്ങൾ ദാസിമാരെന്നല്ലേ പറഞ്ഞ്, അപ്പം പിന്നെ പറഞ്ഞാൽ കേൾക്കണമല്ലോ. അതുകൊണ്ട് നിങ്ങൾ വന്ന് അവരവരുടെ ആ വസ്ത്രങ്ങൾ അങ്ങോട്ട് സ്വീകരിച്ചോളൂ എന്നാണ്. അതാണ് ഭക്തിയുടെ 9 പടികളിൽ ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം 7ാമത്തെ പടിയാണ്. സഖ്യം, ആത്മനിവേദനം, ഇതേ ബാക്കിയുള്ളൂ എന്നർത്ഥം. അപ്പം ദാസ്യം എന്ന് പറഞ്ഞാലോ, ഭഗവാൻ എന്തു നിശ്ചയിച്ചോ അല്ലെങ്കിൽ പറഞ്ഞോ അത് അനുസരിക്കല്, ചോദ്യം ചെയ്യലില്ല. അതല്ലേ ഭക്തദാസൻ എന്നല്ലേ ഹനുമാൻ. അല്ലാണ്ട് മാറി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഭക്തന്മാരങ്ങനെയാണ്. എന്താ അത്? എന്താണോ അത് അനുസരിക്കുക. അപ്പോൾ ഭക്തി എന്ന് പറഞ്ഞാൽ രാമകൃഷ്ണ പരമഹംസർ പറയുന്നുണ്ട്, ഭക്തി എന്ന് പറഞ്ഞാൽ അനുസരിക്കല്, ചോദ്യം ചെയ്യലല്ല. വിമർശിക്കലും അല്ലെങ്കിൽ ചോദ്യം ചെയ്യുക അത് ഭക്തൻ്റെ ലക്ഷണമല്ല. അനുസരിക്കലും ഉൾക്കൊള്ളലുമാണ് ഭക്തി. ലോകം കണ്ട ഏറ്റവും വലിയ ആളാണ് പരമഹംസരാ പറഞ്ഞിരിക്കുന്നത്. എന്താ ആണ് ഇന്നിപ്പോൾ നേരെ പറഞ്ഞ അതങ്ങനെ ആയാന്തര, അത് ഭക്തിയല്ല, അവൻ്റെ അഹങ്കാരമാണ്. അപ്പം അനുസരിക്കലും ഉൾക്കൊള്ളലുമാണ് ഭക്തി. അതുകൊണ്ട് അങ്ങനെയല്ലേ, അതുകൊണ്ട് അങ്ങോട്ട് വന്നോളൂ. ഭഗവാന്റെ വാക്ക് ഉൾക്കൊണ്ട് അവർ കയറി അങ്ങോട്ട് വന്നു. അപ്പം തോന്നി ശുദ്ധഭാവ പ്രസാദിത. കാവട്യം ലെവലേശം അവർക്കില്ല. ഞാൻ എന്തു പറഞ്ഞാൽ അതുപോലെ അനുസരിക്കാൻ തോന്നിയില്ലേ. ബുദ്ധിഷ്ടം വെച്ച് നമസ്കരിക്കാനുണ്ടായത് എന്നർത്ഥം. അവർക്കൊക്കെ ഭഗവാൻ 1-ാം തരം ഓണപ്പടവ് കൊടുത്തു. നാം കായഭേദമുണ്ടെങ്കിലും രണ്ടല്ല നാമൂഭവും, ജീവൻ പോയാലും ഇരിക്കുമ്പോഴുമെന്നറിഞ്ഞാലും അഹം ഭവാൻ നജാന്യസ്ത്വം ത്വമേവാഹം വിചക്ഷപോഹ നനൗ പശ്യന്തി കവയ ഛിദ്രം ജാതുമനാഗമീ. അതാണ് ശരീരം കൊണ്ട് 2 എന്നല്ലാണ്ട് വാസ്തവത്തിൽ നമ്മൾ ഒന്ന് തന്നെയാണ്. വയലാറ് പാടിയില്ലേ, ഇരുമേയാണെങ്കിലും നീ എൻ്റെ കരളല്ലേ പൊന്നല്ലേ. സത്യമാണ്. ശരീരം എന്ന തുണിക്കെട്ടുകൊണ്ട് 2 അതങ്ങോട്ട് മാറിയാൽ ഒന്നു തന്നെയാണ്. അതാണ് ഭഗവാൻ കൊടുത്ത ഓണപ്പടവ. ശരീരബോധത്തെ മാറ്റിക്കളഞ്ഞ് ഈശ്വരബോധത്തെ പൂർണ്ണമാക്കി കൊടുത്തതാണ് ഗോപീവസ്താപഹാര ലീല എന്ന് പറഞ്ഞാൽ. ലൗകികത്തെ ചിന്തിക്കേണ്ട വിഷയമേ അല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഇവിടെ അത് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത്രയൊക്കെ പരീക്ഷിക്കപ്പെട്ടിട്ടും ശ്രീകൃഷ്ണങ്ങൾ ഉള്ള അവരുടെ പ്രേമഭക്തിക്ക് യാതൊരു കുറവുണ്ടായിട്ടില്ല. അശോകതല്ലേ ദൃഢം പ്രലബ്ധ ത്രമയാജഹാപിതാ പ്രസ്തോപിതാ കൃണമച്ചകാരിതാ വസ്ത്രാണി ചൈവാവഹദാന്യഥാപ്യമും താ നാഭ്യസൂയൻ പ്രിയസംഗനിർവ്രതാ. അഥാപി വ്യാസൻ പറയാം, അധിക്ഷേപിക്കപ്പെട്ടവർ, ലജ്ജാഹീനർ, പരിഹസിക്കപ്പെട്ടവർ, കളിയാക്കപ്പെട്ടവർ, വസ്ത്രങ്ങൾ മുഴുവൻ അപഹരിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അപഹരിക്കപ്പെട്ടവർ എന്നിട്ടും പ്രിയസംഗനിർവ്രതാ, ശ്രീകൃഷ്ണ പ്രേമഭക്തിക്ക് ഒരു കുറവും അവർക്കുണ്ടായിട്ടില്ല. ആലോചിച്ചു. അപ്പം എന്തെല്ലാം തരത്തിലുള്ള ഒന്നുണ്ടായിട്ടും ഭഗവത് പ്രേമത്തിന് കുറവില്ല എങ്കിൽ
ഇത് ആധ്യാത്മികമാണ്, ലൗകിക വിഷയം അല്ല. അത് വ്യക്താക്കാനത് പറഞ്ഞത് എന്താ, അത് ലൗകികത്തിൽ ഇങ്ങനെയല്ല. ഒരു സ്ത്രീ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ തുണിയൊക്കെ ഒരാൾ എടുത്തുകൊണ്ട് പോയാൽ ആ ആളോട് വെറുപ്പ്, വിദ്വേഷം ഒക്കെ അല്ലേ തോന്നുക. ഇതങ്ങനെയല്ല. അവർക്ക് ഭഗവാനോടുള്ള പ്രേമഭക്തി ഇരട്ടി ഇരട്ടി ഇരട്ടിയായിട്ട് കൂടി എന്ന് പറഞ്ഞാൽ അത് ആധ്യാത്മികമാണ്, ഭഗവാങ്കലേക്കേ പറ്റുള്ളൂ, ലൗകികത്തിൽ ചിന്തിക്കേണ്ട ഒന്നല്ല. ഒന്നും കൂടി പറയാം, അനവധി കവിമാർ എല്ലാവരും ഇഷ്ടപ്പെട്ടത് ഒരു ശ്രീകൃഷ്ണനെയാണ്. ശ്രീകൃഷ്ണൻ പറഞ്ഞുണ്ടോ? ഇല്ലല്ലോ, ഒന്നേ ഉള്ളൂ. അനവധിയുണ്ട് ഗോപസ്ത്രീകൾ, ഇവരെല്ലാവരും ഇഷ്ടപ്പെട്ടത് ഒരൊറ്റ ശ്രീകൃഷ്ണനെയാണ് എന്ന് വിചാരിച്ച് ഈ പരസ്പരം ഗോപിമാർക്ക് അങ്ങടും ഇങ്ങടും അസൂയ, കുരുട്ട്, കുശുമ്പ് ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ്. അങ്ങനെ ആവില്ലല്ലോ, ലൗകികത്തിൽ അങ്ങനെയല്ല. ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ട് ഒരു പെൺകുട്ടിയെങ്കിൽ ആ ആളെ തന്നെ വേറെ പെൺകുട്ടി ഇഷ്ടപ്പെടുന്നു എങ്കിൽ ഈ രണ്ട് പെൺകുട്ടികളും തമ്മിൽ വെറുപ്പും വിദ്വേഷം, അസൂയയും കുരുട്ടും അല്ലേ ഉണ്ടാവുക. ഞാൻ ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് നോക്കാൻ തോന്നിയോന്ന് ചോദിച്ചാൽ അങ്ങോട്ട് തമ്മിലല്ലേ, ഉണ്ടായിട്ടില്ല. അപ്പോൾ ലൗകികമല്ല, ആധ്യാത്മിക വിഷയമാണ്, സ്ഥാപിക്കാനാണ് അതെടുത്തു പറഞ്ഞത് എന്നർത്ഥം. ലെവലേശം അവരുടെ ഭക്തിക്ക് ഒരു കുറവുണ്ടായിട്ട് അപ്പോൾ അവരുടെ ശരീരബോധത്തെ ഇല്ലാണ്ടാക്കി അവരെ രാസലയിലേക്ക് ഒരുക്കുകയായിരുന്നു എന്നർത്ഥം. നമുക്കൊക്കെ ഭഗവാനിലേക്ക് എത്താൻ തടസ്സമായിട്ട് സാധനം കിടപ്പുണ്ട്, ഞാൻ എന്ന ബോധം. അതാണല്ലോ ഉപനിഷത്തൊക്കെ പറയുന്നുണ്ട്, എൻ്റേത് എനിക്ക്, അതിനെയൊക്കെ നമുക്ക് ഉപേക്ഷിക്കാൻ വിഷമമൊന്നുമില്ല. പക്ഷെ ഞാൻ പോണെങ്കിൽ വളരെ പ്രയാസമാണ്. രാമകൃഷ്ണദേവനോട് ചോദിച്ചു അത്രേ, സ്വാമി എനിക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പറ്റണില്ല, കാണാൻ പറ്റുമോ? ഒരു വിഷമമൊന്നുമില്ല, എപ്പോൾ പറ്റും എന്ന് ചോദിച്ചു. ഞാൻ ചത്താ കാണാം. അപ്പോൾ അയാൾ ചോദിച്ചു, സ്വാമി ചത്താ കാണാം. അങ്ങനെയല്ല, നിൻ്റെ ഉള്ളിലുള്ള ഞാൻ എപ്പോൾ പോണോ അപ്പം കിട്ടും എന്നാണ്. എൻ്റേത് എനിക്ക് ഇത് പോകാൻ വലിയ വിഷമമൊന്നുമില്ല. പക്ഷെ ഞാൻ എന്ന സാധനം പോണെങ്കിൽ ഭഗവാന്റെ കൃപ വരണം. മഹാബലിക്കില്ലേ 2 അടിയുടെ കുറവ്, 2 അടി കിട്ടിയപ്പോൾ പിള്ള പഠിച്ചത് ഇവിടെ. 2 അടി കൊണ്ട് എൻ്റേതും എനിക്കും അങ്ങോട്ട് കളഞ്ഞപ്പോൾ ഞാൻ എന്നത് ഭഗവാൻ മാറ്റിക്കളഞ്ഞ് അനുഗ്രഹിക്കേണ്ടായത് എന്നർത്ഥം. 3-ാമത്തെ പാദം എന്ന് പറഞ്ഞാൽ എൻ്റെ കളഞ്ഞ് ഈശ്വരൻ്റേത് അതിലേക്ക് ഉറക്കണം. അതിനാണ് മഹാബലി അനുഗ്രഹിച്ചപ്പോൾ അത് തടസ്സമായിട്ടുള്ള എൻ്റേതും എനിക്കും കളഞ്ഞ് ഞാൻ അത് ഭഗവാൻ കാരുണ്യം കൊണ്ട് അത് പൂർണ്ണത വരുത്തി മഹാബലിയെ പ്രത്യേകിച്ച് ലോകം മുഴുവൻ അംഗീകരണ നിലയിലേക്ക് എത്തിക്കുകയല്ലേ ഉണ്ടായത്. അപ്പോൾ ഞാൻ എൻ്റേത്, അത് എൻ്റേത് എനിക്ക് കളയാൻ വിഷമമില്ല. അറിഞ്ഞ് ഞാൻ എന്നത് അങ്ങോട്ട് കളഞ്ഞ് പൂർണ്ണജ്ഞാനം കൊടുത്ത് അനുഗ്രഹിക്കുക. അതാണ് ഗോപി വസ്ത്രാപഹാരം കൊണ്ട്. അതുകൊണ്ടാണ് ഗോപ്യമായ വസ്ത്രത്തെ അപഹരിച്ചു, അല്ലാണ്ട് ഒരിക്കലും തുണിക്കെട്ടെടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കും, ഗുരുവായൂരപ്പനപ്പം ഈ തുണിക്കെട്ട് കൊണ്ടുപോയിട്ട് ആനന്ദിക്കേണ്ട ആളാണോ? ആത്മാരാമോ ബിലീലയാം വന്നേ സർവഭുജോ യഥാ എന്നൊക്കെ രാസയിൽ പറയണില്ലേ. അഗ്നിക്ക് അതിലേക്ക് എന്തു കൊണ്ടിട്ടാലും അശുദ്ധി എന്നുള്ളത് വരുമോ? ഒരിക്കലും പുണ്യാഹം കഴിക്കേണ്ട കാര്യമില്ല. അഗ്നിക്ക് എന്താ എപ്പോഴും ശുദ്ധമാണ്. മറ്റെല്ലാത്തിനെയും ശുദ്ധാക്കണ സാധനമല്ലേ അഗ്നി എന്ന് പറഞ്ഞാൽ ഇല്ലേ. സ്വർണ്ണ ശുദ്ധാക്കാൻ തീരല്ലേ ഇടുന്നത് അല്ലേ. അപ്പോൾ വ്യക്തമാണ്, ആ വൈകല്യങ്ങൾ അഗ്നിയെ ബാധിക്കണില്ല എങ്കിൽ ഈ പോരായ്മകളൊന്നും ഈശ്വരങ്ങൾ ബാധിക്കില്ല. നമുക്കാണ് പോരായ്മ. അത് സമർപ്പണത്തിൽ കൂടി ശുദ്ധീകരിക്കലാണ് ആവശ്യം. അതാണ് ഭക്തി. അതാണ് ഗോപ്യമായ വസ്ത്രം ഈശ്വരങ്ങളിലേക്ക് എത്താൻ തടസ്സമായ ശരീരബോധത്തെ കളഞ്ഞ് ഈശ്വരോഹം ഈശ്വരോഹം എന്ന നിലയിലേക്ക് ഉയർത്തലായിരുന്നു. കാരണം രാസലീലയാണ് ഞാൻ പറയാൻ പോണത്. രാസക്രീഡ എന്താ ഉണ്ടായത്? ഈശ്വരൻ്റെ ഒപ്പം രമിച്ച ലീല, അല്ലാണ്ട് 2 ശരീരങ്ങൾ തമ്മിൽ എന്ന് പറഞ്ഞിട്ടില്ല അവിടെ. നേരെ മറിച്ച് ഈശ്വരൻ്റെ ഒപ്പം. അപ്പം ഗോപിമാരെ ഈശ്വര പദവിയിലേക്ക് ഉയർത്തലായിരുന്നു ഗോപി വസ്ത്രാപഹാരം കൊണ്ട്. അല്ലാണ്ട് അവിടെ ലൗകികമായിട്ടൊന്നും പ്രത്യേകിച്ചില്ല. അതിനാണൊരു ഉദാഹരണം പറഞ്ഞു, ഭർജിത കൊതിദാന. ഇവിടെ പറഞ്ഞില്ലേ അത്, പ്രായോ ബീജായ നേശ്യതേ മയ്യാവേശധിയാം കാമായ കൽപ്പതേ ഭർജിത കൊതിദാന പ്രായോ ധാനാപ്രായോ ബീജായ നേശ്യതേ. വിത്ത് വിതയ്ക്കുമ്പോൾ അത് മുളയ്ക്കാൻ കാരണം അതിൻ്റെ ആവരണമാണ്. നെല്ലുകൊണ്ട് വിതയ്ക്കുമ്പോൾ ഉമിയുന്ന സാധനം വേണ്ടത് മുളയ്ക്കണമെങ്കിൽ, പയറാണെങ്കിലും തൊണ്ടുണ്ടാവണം മുളയ്ക്കണമെങ്കിൽ എന്നർത്ഥം.
അപ്പോൾ ഇവിടെ ഇതുപോലെയാണ്, ജന്മകർമ്മങ്ങൾക്ക് കാരണം ശരീരം എന്ന ബോധമാണ്. അത് പോയാൽ പിന്നെ വറുത്തെടുത്ത ധാന്യം പോലെയായി. വറുത്ത ധാന്യം എവിടെ കൊണ്ട് വിതച്ചാലും മുളക്കില്ല, അല്ലേ? അവൽ എവിടെ കൊണ്ട് മുളച്ചാലും മുളക്കില്ല, അല്ലേ? വിതച്ചാലും മുളക്കില്ല. എന്താ കാരണം? അത് ഈ പറഞ്ഞ പോലെ വറുത്ത് കുതിർത്തെടുത്ത സാധനമല്ലേ, പിന്നെ എങ്ങനെയാ മുളയ്ക്കുക? അതുപോലെയാണ്. അപ്പോൾ ശരീരം എന്നുള്ള പോരായ്മകളെ കളഞ്ഞ് ശുദ്ധീകരിക്കലായിരുന്നു എന്നർത്ഥം. അത് പ്രത്യേകം മനസ്സിലാക്കണം. കാമം നല്ലതാണ്, പക്ഷേ ആ കാമം ഭഗവാങ്കലേക്ക് ആക്കിയപ്പോൾ അത് അനുഗ്രഹമായിട്ട് മാറി. ആ അംബരീഷിൻ്റെ കഥയിലില്ലേ, അവിടെ പറയുന്നുണ്ട്, കാമം ദാസ്യേനതു കാമകാമ്യയാം. കാമത്തെ ദാസഭക്തിയിലേക്ക് തിരിച്ചു അവസ്ഥകൾ അങ്ങനെ ഉണ്ടായത്. അതുകൊണ്ട് നതു കാമകാമ്യയാ, അതൊരിക്കലും കാമത്തിലുള്ള ആഗ്രഹം ആസക്തി ആയിരുന്നില്ല. അപ്പോൾ ലൗകിക കാമമല്ല, ആ കാമം ഭഗവാങ്കലേക്ക് അർപ്പണമായിട്ട് ദാസ്യ നിലയിൽ ഭക്തിയിലേക്ക് ലയിപ്പിച്ചപ്പോൾ അത് ആനന്ദമായിട്ട് മാറ്റി എന്നർത്ഥം. അതാണ് അതു കാമകാമ്യയ. അംബരീഷ് അങ്ങനെയല്ലേ, എല്ലാം ചെയ്യുമ്പോൾ കാമം ഉണ്ട്, ശരീരം എടുത്താൽ ഉണ്ടാവേണ്ടി, പക്ഷെ ആ കാമത്തെ ദാസ്യഭാവത്തിൽ ഭഗവത് അർപ്പണമായിട്ട് സമർപ്പണമാക്കിയ കാരണം അംബരീഷിന് ചുതി വന്നില്ല. അതാണ് എൻ്റെ മഹത്വം. ഗുരുമാർക്ക് കാമം ലൗകികത്തില്ലാണ്ടിരിക്കില്ല, പക്ഷെ ആ കാമത്തെ ദാസഭക്തിയിലേക്ക് സമന്വയിപ്പിച്ച കാരണം അത് ഭഗവത് പ്രേമം ഭക്തിയായിട്ട് അങ്ങോട്ട് മാറി. അതുകൊണ്ട് ഒരിക്കലും അത് മറ്റൊരു പോരായ്മയായി ചിന്തിക്കരുത് എന്നിവിടെ വ്യക്തമാക്കി. പിന്നെ സഞ്ചരിക്കുമ്പോഴാണ് ഇവിടെ പറയണു, കൃത്സ നിർവിവശു പ്രജം, നിങ്ങളുടെ മനോരഥങ്ങളൊക്കെ ഞാൻ സബലമാക്കി തന്നോളാം എന്ന് വാക്ക് കൊടുത്ത് അവരെ പറഞ്ഞയച്ചു. അവർ കൃത്സ നിർവിവശു വ്രജം എന്ന് പറയുന്നുണ്ട്. എന്താ അത്? മറ്റൊന്നുമല്ല, പല പ്രകാരത്തിലുള്ള മനപ്രയാസം അവർക്ക് വന്നിട്ടുണ്ടല്ലേ. സ്ത്രീകളല്ലേ, നഗ്നമായിട്ട് സ്നാനം ചെയ്യുക പോരായ്മ, വ്രതഭംഗം പറയണ്ടല്ലോ, വെള്ളത്തിൽ നഗ്നമായിട്ട് കുളിച്ച് പ്രായശ്ചിത്തം വേണ്ടതാണ്. നിങ്ങൾ കയറി വന്ന് നമസ്കരിക്കണതാണ്. കാരണം വെള്ളത്തിൽ നഗ്നമായി കുളിച്ചാൽ വരുണനെ നിന്ദിക്കുകയാണ്. അപ്പോൾ ഒരു ദേവനെ സേവിച്ച് മറ്റൊരു ദേവനെ നിന്ദിക്കുക പാടില്ല. അപ്പോൾ ശാസ്ത്രപതി അനുസരിച്ചുകൊണ്ട് ഒരു നിന്ദാദോഷം അവർക്ക് വന്നിട്ടുണ്ട്. അതാണ് നഗ്നമായിട്ട് സ്ഥാനം, വ്രതത്തിന് ഭംഗം. അതേപോലെ നഗ്നരായിട്ട് കരക്ക് കയറി വരിക ഒരു സ്ത്രീയെ സംബന്ധിച്ച് എത്ര അപമാനമായിരിക്കില്ലേ. ശാസ്ത്ര നിഷിദ്ധമാകുന്ന നിലയിൽ നിഷിദ്ധ കാര്യങ്ങൾ ചെയ്താൽ കൃത്സം വേണം എന്ന് നിയമം. കൃത്സം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവൂ? എനിക്ക് തോന്നണല്ലേ മനസ്സിലാവുന്നത്, അതല്ലേ പ്രശ്നം. അതാണ് ഇവിടെ കൃത്സാ നിർവിവശു വ്രജം എന്ന് പറഞ്ഞത്. കൃത്സം ചെയ്തൂതാം. കൃത്സം എന്ന് പറഞ്ഞാൽ മനസ്സിലാവൂ? വൈദിക സമ്പ്രദായത്തിൽ പൂജ കഴിക്കുമ്പോൾ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. ഗുരുവായൂരല്ലേ, ഇപ്പം ഞാൻ വിസ്തരിച്ച് പറഞ്ഞാൽ എനിക്ക് പേടിയാണ്, പറയാൻ പറ്റില്ല. കടൽ കടന്നു പോയാൽ കൃത്സം കഴിക്കണം എന്നാണ് വൈദിക സമ്പ്രദായത്തിൽ. തിരുവല്ലയിലുണ്ടായിരുന്നു, അറിയായിരിക്കും. വിശ്വനാരായണ നമ്പൂരി മേശാന്തി ആയിരുന്നില്ലേ ഇവിടെ? മഹാകവി വിശ്വനാരായണ നമ്പൂരി തിരുവല്ല അമ്പലത്തിലെ മേശാന്തിയായിരുന്നു. ആ കാലഘട്ടത്തിൽ അദ്ദേഹം വിദേശയാത്ര ഉണ്ടായി. വന്ന് കൃത്സം കഴിച്ചിട്ടേ പിന്നെ ശാന്തി ആയിട്ടുള്ളൂ. നിയമതാണ്. കടൽ കടന്നു പോയാൽ കൃത്സം കഴിക്കണം. ഗുരുവായൂരും വിധി അത് തന്നെയാണ്. കാരണം അവിടെ വൈദിക സമ്പ്രദായമാണല്ലോ, വ്യക്തതാണ്. അതാണ്. അപ്പോൾ കൃത്സം അതാണ് ആ നിലയിൽ. അപ്പോൾ ഇവിടെ എന്താ, അവർ കടൽ കടന്നു പോയോ? പോയിട്ടില്ല. പക്ഷേ ശാസ്ത്രനിഷിദ്ധമായ ഒന്ന് അനുഷ്ഠിച്ചു, അവർ ചെയ്തു. ഏത്? വെള്ളത്തിൽ നഗ്നമായിട്ട് കുടിച്ചില്ലേ? ശാസ്ത്രനിഷിദ്ധ കർമ്മം ചെയ്താൽ കൃത്സം വേണമെന്നാണ്. അപ്പോൾ ഒരു ചോദ്യം, ഈ കൃത്സം എപ്പോഴും ചെയ്യാമോ? എന്നാൽ പിന്നെ എളുപ്പമായി. വിദേശത്ത് ദുബായി പോയിട്ട് വന്നു, നാളെ കൃത്സം കഴിച്ചു. മറ്റന്നാൾ സിംഗപ്പൂർ പോയി, 4-ാം ദിവസം കൃത്സം കഴിച്ച് പറ്റുമോ? പറ്റില്ല. അത് അറിയണം. വർഷത്തിൽ ഒരിക്കലേ പാടുള്ളൂ, അല്ലാണ്ട് ദിവസവും കൃത്സം കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അതല്ല, ഇതൊന്നും അറിയാണ്ട് കോപ്രായങ്ങൾ പറഞ്ഞാലുള്ള കഥ എന്താ? അപ്പോൾ ഇവിടെ കടൽ കടന്നു പോയതല്ല, മനസ്സിലാവണില്ലേ? ശാസ്ത്രനിഷിദ്ധമായ കാര്യം ചെയ്തു, മനസ്സിലാവണില്ലേ? വെള്ളത്തിൽ നഗ്നമായിട്ട് കുളിച്ചു, ശാസ്ത്രനിഷിദ്ധമാണ്, ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. അതിൻ്റെ പ്രതിപതിയായിട്ട് കൃത്സം അവർ നടത്തിയതാണ്. എന്ത് കൃത്സം? പാദകൃത്സം എന്നാണ്. പാദകൃത്സം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമോ? ഇതൊക്കെ വ്യാഖ്യാനങ്ങൾ നോക്കുമ്പോഴാണ് മനസ്സിലാവുക. പാദകൃത്സം എന്ന് പറഞ്ഞാൽ പകസമയം ഒരു പ്രാവശ്യം മാത്രം ചോദിക്കാതെ വിളമ്പിത്തരുന്ന എന്താണോ ആ ആഹാരം മാത്രം കഴിക്കുക.
രാത്രി ഒന്നും കഴിക്കരുത്. അതിനാണ് പാദകൃച്ഛം. അത് ഗോപിമാർ ചെയ്തുതാണ്. കാരണം ശാസ്ത്രസിദ്ധമാകുന്ന നിലയിൽ അറിഞ്ഞു അറിയാണ്ട് പറ്റിയതാണ്. പക്ഷെ അറിയാണ്ട് പറ്റിയാലും വേണമെന്നാണ്. അതാണ് ശാസ്ത്രവിധി, അങ്ങനെയാണ്. ആ നിലയ്ക്ക് കൃച്ഛം ചെയ്ത് ഭഗവാന്റെ വാക്കനുസരിച്ചുകൊണ്ട് അവർ മടങ്ങിപ്പോയി. അപ്പോഴാണ് ശ്രീകൃഷ്ണൻ ആ വൃക്ഷങ്ങളെയൊക്കെ മരങ്ങളെയൊക്കെ കാണിച്ചു കൊടുത്ത് പറയാ, നോക്കൂ എത്ര മഹത്തരാണ് ഈ വൃക്ഷങ്ങളുടെ പ്രത്യേകിച്ച് കാര്യങ്ങൾ ആലോചിക്കുന്നതാണ്. ആദപത്രായുധാൻവേക്ഷ്യ ദ്രുമാൻ ആഹവ്രജൗകസ. വഴിയാത്രക്കാർക്ക് ആദപത്രമായിട്ട് ഇവർ നിൽക്കണ കണ്ടില്ലേതാം അല്ലേ? തണൽ കൊടുക്കണില്ലേ? ആൽമരത്തിൽ ചോടി ചെന്നാൽ നല്ല തണലായി കാറ്റായി ആദപത്രം കൊടയായിട്ട് വർത്തിക്കണില്ലേ? പോരാ, അതിൽ ധാരാളം ഫലങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കല്ലേ? പരോപകാരാണി ഫലന്തി വൃക്ഷാഹ. അതേപോലെ അതിൻ്റെ ഇലകൾ പ്രയോജനമാണല്ലോ. അതിൻ്റെ മരം വിറക് കത്തിക്കാൻ ഉപയോഗിക്കണു. തൊലിയില്ലേ, ചില മരങ്ങളുടെ തൊലിയൊക്കെ ഔഷധമായിട്ടല്ലേ എടുക്കുന്നത്. കുറുന്തോട്ടിയൊക്കെ ഇല്ലേ, ചില മരത്തിൻ്റെ ഒക്കെ ഉണ്ടല്ലോ, ചമതകളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നോക്കൂ, എല്ലാ സമയത്തും ഒരേപോലെ ഉപകാരപ്രദമായിട്ടാണ് വൃക്ഷങ്ങളില്ലേ. അതാണല്ലോ അത്ര മഹാത്മ്യം ഈ വൃക്ഷങ്ങൾക്ക് ഉണ്ട്. നോക്കൂതാം, ഇങ്ങനെ വേണം വാസ്തവത്തിൽ ഇവിടെ പറയുന്നുണ്ട് ഭഗവാൻ. ഏതാവദേവ ജന്മസാഫല്യം ദേഹിനാമിഹ ദേഹിഷു പ്രാണൈരർത്ഥവാച സേയ ഏവാചരേൽ സദാ. മനുഷ്യർമ്മം കിട്ടിക്കഴിഞ്ഞാൽ ജന്മസാഫല്യം എന്ന് പറഞ്ഞാൽ ഇതേപോലെ പരോപകാരപ്രദമായിട്ട് മാറണം. ശരീരം കൊണ്ടും എല്ലാ നിലയിലും മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ ഈ ദേഹം. എത്ര മനോഹരമായിട്ടാണ് ഈ മരങ്ങൾ പഠിപ്പിക്കുന്നത് നോക്കൂ. അവരെ പൂജിക്കേണ്ടതല്ലേ വാസ്തവത്തിൽ? ആലോചിച്ച് നോക്കൂ. സ്കാന്ദപുരാണം മാഹേശ്വര ഘട്ടത്തിലൊരു കഥ പറയുന്നുണ്ട്. വിഘ്നേശ്വരൻ ജന്മം കൊടുത്ത ശേഷം പാർവതീദേവി ഒരു അശോകവൃക്ഷം നട്ടൂതാം. പുത്രസങ്കല്പത്തിൽ അതിന് വേണ്ട കർമ്മങ്ങൾ മുഴുവൻ സപ്തഋഷിമാരെ കൊണ്ട് ചെയ്യിപ്പിച്ചു പാർവതീദേവീതാം. ഒരു ശരീരമെടുത്താൽ വേണ്ടതൊക്കെ മരങ്ങൾക്ക് വേണം. പാൽമരത്തിനൊക്കെ ഉണ്ടല്ലോ ഉപനയനം, വിവാഹാദികൾ, അത് മറഞ്ഞാൽ പിന്നെ സംസ്കാരം, സംസ്കരിക്കുക. അല്ലാണ്ട് കുട്ടപ്പന് പീസായിട്ട് മുറിച്ച് കൊടുത്ത് കാശ് മേടിക്കുക പതിവില്ല. സംസ്കരിക്കണം എന്നാണ്. അതാണ്. അപ്പോൾ അതാണ് ആ ഒരു പുത്രൻ ഉണ്ടായ ചെയ്യേണ്ട കർമ്മങ്ങൾ മുഴുവൻ പാർവതീദേവി സപ്തഋഷികളെ കൊണ്ട് ഭംഗിയായിട്ട് ആ സംസ്കാരങ്ങൾ മുഴുവൻ ചെയ്യിപ്പിച്ചു എന്നാണ്. അപ്പോൾ ഈ മഹർഷിമാർക്ക് സംശയം ചോദിച്ചു പാർവതീദേവിയോട്, അല്ല ഇപ്പം ഈ സംസ്കാരങ്ങളൊക്കെ ചെയ്തിട്ട് എന്ത് ഫല കിട്ടുക എന്ന് ചോദിച്ചു അത്രയും. അപ്പോൾ പാർവതിയുടെ മറുപടിയാണ് ദശകൂപസമാവാപി ദശവാപി സമം സര ദശസരസമാ കന്യ ദശകന്യാ സമകൃതു ദശകൃതു സമപുത്രോ ദശപുത്രസമോ ദ്രുമ എന്നാണ് മറുപടി. ആ ശ്ലോകമാണ് കാന്തപുരാണത്തിൻ്റെതാണ്. അവിടെ അത്രയും മഹാത്മ്യം മരങ്ങൾക്കുണ്ട്. ആണ് അത്രയും. അത് പ്രത്യേകം ഭഗവാൻ പ്രശംസിച്ചു കൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞത്, വിശന്നിട്ട് വയ്യ, കുറച്ച് നേരമായില്ലേ നടക്കണു. അവിടെ യാഗം നടക്കണമെന്ന് ചെന്നാൽ അപ്പം കിട്ടും. യാഗശാലയിൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു, ദീക്ഷായ പശുസംസ്ഥായ സൗത്താമണ്യാസ്ത സത്തമാഹ അന്യത്തദിശസ്യാപി നാന്നമഷ്ടൻ ഹി ദുഷ്യതി. ഇവിടെ രാമകൃഷ്ണന്മാർ വന്നിട്ടുണ്ട്. വല്ലാണ്ട് വിശക്കണ്ട, എന്തെങ്കിലും തരിക. ഇനി തരാമോ എന്ന് സംശയം അവർക്ക് തോന്നാം. അതിനാണ് മറുപടി പറഞ്ഞത്. ദീക്ഷായാ പശുസംസ്ഥായ സൗത്രാമണ്യാസ്ത സത്തമാഹ. അത് നിയമമാണ്. എന്നുവെച്ചാൽ അവർക്ക് ഇനിയിപ്പോൾ ഇത് കൊടുത്താൽ പ്രശ്നമാവോ സംശയം ഉണ്ടെങ്കിൽ അത് തീർത്തു വരും. എന്താ പറഞ്ഞത്? പശ്വാലമനത്തിന് മുമ്പ് സൗത്രാമണി യജ്ഞത്തിലും മാത്രമേ ദീക്ഷിതമാകുന്ന അന്നം ഭക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ നാം. അപ്പോൾ പശ്വാലപനം യാഗത്തെ ചടങ്ങാണ്. അതിന് മുമ്പ് പാടില്ല. അതേപോലെ തന്നെ സൗത്രാമണി രണ്ട് തരത്തിൽ പറയുന്നുണ്ട് യാജ്ഞവൽക്ക സ്മൃതിയിലൊക്കെ. അതിൽ ഒന്നിൽ സൂചിപ്പിക്കുന്നത് മദ്യം ആയിട്ട് ബന്ധപ്പെട്ട യാഗമായിട്ടാണ്. അപ്പോൾ അങ്ങനെ സൗത്രാമണി യജ്ഞത്തിലും ആ ഈ പറഞ്ഞ ദീക്ഷാ അന്നം വർജിതമാണ്. ഇവിടെ ഇപ്പോൾ നടത്തുന്നത് ഈ പറഞ്ഞതല്ല എന്നർത്ഥം കൊണ്ട് അന്നം കൊടുക്കാം, അത് വേറെ ആൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കാം, വിരോധമില്ല.
അതുകൊണ്ട് അത് വേണം. അപ്പം ആ യജ്ഞത്തിൻ്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഗോപന്മാർ പറഞ്ഞത് എന്നർത്ഥം. ശ്രീശുഖൻ പറയാ, പരീക്ഷിത്തേ ഇതൊക്കെ മനസ്സായിട്ടും ശൃണ്ണന്തോപി ന ശുശ്രൂ, എന്ന മഹാത്മ്യമൊക്കെ പറഞ്ഞിട്ടും കേട്ടിട്ടും കേട്ടില്ല എന്ന് നടിച്ചു. അതാണ് ശൃണ്ണന്തോപി ന ശുശ്രൂ, കേട്ടിട്ടും. അതാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് കേട്ടു. അവർ ഏതോ കുറേ പിള്ളേരെന്തൊക്കെയോ പറയണമെന്നല്ലാണ്ട് കേട്ടിട്ട് കേട്ടില്ല എന്ന് നടിച്ചു. അതാണ് പാടിയത്. ബ്രാഹ്മണ്യം കൊണ്ടു കുന്തിച്ചു ബ്രഹ്മാവും എനിക്കൊക്കെ എന്നും ചിലർ എന്ന് പാടിയതാണ്. കേമത്തൊക്കെ ഉണ്ടായി. ഏതോ പിള്ളേർ പാടുന്ന നിലയ്ക്ക് ഗവനിച്ചിട്ടേ ഇല്ല എന്നാണ്. അപ്പോഴാണ് സങ്കടമായി. ഇവിടെ വന്ന് പറഞ്ഞു ചെന്നിട്ടൊന്നും കിട്ടിയില്ല, ഇനിയിപ്പോൾ എന്താ വേണ്ടത്. അപ്പോഴാണ് ആ യാഗശാലയുടെ പുറകിൽ കുറച്ച് ധർമ്മപത്നിമാരുണ്ട്. അവർ തരാണ്ടിരിക്കില്ല, കാരണം അവരുടെ ഹൃദയം ഭഗവാൻ നിശ്ചയമുണ്ട് എന്നർത്ഥം. ഏതായാലും ഇവിടെ വന്ന് പറഞ്ഞു, ഇവിടെ അടുത്ത് രാമകൃഷ്ണന്മാർ വന്നിരിക്കുകയാണ്, വിശന്നിട്ട് വയ്യ, എന്തെങ്കിലും തരണം. ഓദനം ദേഹി, എന്തെങ്കിലും ഇന്നതൊന്നും പറഞ്ഞില്ല. ഗുരുവായൂരപ്പൻ അങ്ങനെയാണല്ലോ, ഇന്നത് വേണമെന്ന് നിയമമൊന്നുമില്ല. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി തദഹം ഭക്തിപ്രദർശനാമി പ്രേതാത്മന. അതുകൊണ്ട് എന്തെങ്കിലും വേണമെന്നാ. അതവിടെ കേട്ടപ്പോഴേ സുത്വാച്യുത ഉപായാതം നിത്യം ദർശനോത്സുകാ തൽക്കഥാക്ഷിപ്ത മനസോ ബഭൂ ജാതസംഭ്രമാഹം. ശിശുഖൻ പറയാ, ബാക്കി ഒന്നും കേട്ടിട്ടില്ല, അവിടെ അടുത്ത് വന്നിരിക്കണു എന്ന് കേട്ടു, അത്രേ ഉള്ളൂ. അതോടുകൂടി എല്ലാം മറന്ന് സമുദ്രമിവ നിമ്നഗാഹ, പുഴകളെ സമുദ്രദേശത്തിലേക്ക് ഒഴുകി വരണ പോലെ ഒഴുകി ഇങ്ങോട്ട് ഇറങ്ങിയതാം. എന്താ കാരണം? തൽ കഥാക്ഷിപ്ത മനസോ ബഭൂഹോ, ഇതേവരെ കൃഷ്ണനെ കാണുന്നുണ്ടായിട്ടില്ല അവർ, പക്ഷെ കേട്ടിട്ടുണ്ട്. അതാണ് കേട്ടേൻ്റെ ഫലമല്ലേ ആദ്യം പറഞ്ഞത്. വിപുൽ സകൽ അധന വിദൂത ദ്വന്ദ്വധർമാ വിനഷ്ടാഹ. ഗോപിമാർ പറഞ്ഞില്ലേ, ഒരു തുള്ളി കൃഷ്ണലീലാമൃതത്തിൻ അമൃതം ചെവി കൊണ്ടൊന്ന് അനുഭവിച്ചു. അതോടുകൂടി ബഹവൈവ വിഹഹ വിഹഗാ ഭിക്ഷുചര്യാം ചരന്തീം എന്ന് പറഞ്ഞ പോലെയാണ്. പുളിന്തസ്തികൾ വന്ന് പറയുന്ന കൃഷ്ണലീലകൾ ധാരാളം കേക്കലുണ്ടായിട്ടുണ്ട് അന്ധജനങ്ങൾ. ഈ വിപ്രപത്നിമാർ ഇതേവരെ കാണുന്നുണ്ടായിട്ടില്ല. ആ കഥ കേട്ട് എന്തുണ്ടായി? മനഃശുദ്ധി വന്നു. എന്നെങ്കിലും ഒരിക്കലും ഒന്ന് കാണാൻ സാധിക്കുമോ? അതാണ് ശ്രവണം കൊണ്ടുള്ള പരിവർത്തനം. ശ്രവണം സർവധർമാൽ പ്രധാനം എന്ന് പറയാൻ കാരണം, നമുക്കിന്നിപ്പോൾ സപ്താഹത്തിൽ അങ്ങനെയാണ്, ശ്രവണത്തിനാണില്ല, ബാക്കി എല്ലാത്തിനും ആളുണ്ട്. ഓ, നരസിംഹാവതാരം അങ്ങനെ സ്റ്റേജ് കുലുങ്ങി തുള്ളാൻ എത്ര എണ്ണ, കേൾക്കാൻ അത് മഹാമോശം. അങ്ങനെയല്ല, കേട്ടിട്ട് ശ്രവണം കീർത്തനം ഫസ്റ്റ് പടി കേൾക്കൽ തന്നെയാണ്. അപ്പോൾ ദേവര അന്നദിനങ്ങൾ കാണലുണ്ടായിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. രുക്മിണി അങ്ങനെയല്ലേ ഉണ്ടായത്? സുത്വാ ഗുണാൻ ഭുവനസുന്ദര, കണ്ടിട്ടുള്ള പ്രേമമല്ല, കേട്ടിട്ടാണെന്ന്. അതാണ് ശ്രേഷ്ഠമായിട്ടുള്ള പ്രേമം, അല്ലാണ്ട് മറ്റൊന്നല്ല. ഏതായാലും ചതുർവിധം ബഹുഗുണമന്നമാദായ ഭാജനൈ അഭിശശ്രുപ്രിയം സർവാ സമുദ്രമിവ നിമ്നഗാഹ. 4 തരത്തിലുള്ള ഭാജന വസ്തുക്കളായിട്ട് പുറപ്പെട്ടു. അതാണ് ഭക്ഷ്യം, ഭോജ്യം, ലേഹ്യം, ശോഷ്യം. ഇതാണ് ചതുർവിധങ്ങൾ. ഗീതയിൽ പറയുന്നുണ്ടല്ലോ. ഭക്ഷ്യം ആയിട്ട് ചോറ്, ഭോജ്യമായിട്ടാണ് കറികൾ, ലേഹ്യമായിട്ടാണ് ഉപ്പിലിട്ടതൊക്കെ, അതേപോലെ ചോഷ്യം അതാണ് മാമ്പഴമൊക്കെ പിഴിഞ്ഞ് പണ്ട് കഴിക്കാറില്ലേ, അതാണ്. അത് 4 കൂട്ടം അങ്ങനെയാണെന്ന് അർത്ഥം. അതാണ് അങ്ങനെ 4 വിധങ്ങളായിട്ട് വന്നു. സ്ത്രീയാ ഭംഗിയായിട്ട് കണ്ടു ശ്രീകൃഷ്ണനെ. തൃക്കാൽ രണ്ടും പിണച്ച തിരുമുഖകമലം ദക്ഷിണേ ചാച്ചുവെച്ചും തൃക്കൈയിൽ കാഞ്ചനോടക്കുഴലുമത പിടിച്ചൂതി മന്ദം ഹസിച്ചും തക്കത്തിൽ പീലി ചൂടി കരിമുഖി നിറവും പൂണ്ടു നിൽക്കും മുകുന്ദൻ. ആ മുകുന്ദനെയാണ് ത്രിഭംഗി മുദ്രാഗതിയായിട്ട് കണ്ടു. എല്ലാം സമർപ്പിച്ചു പറഞ്ഞു, ഞങ്ങളോട് ഇനി പോകാൻ പറയരുത്. എന്താ, എല്ലാം വിട്ടുപോകുന്നവരാണ്. അരിന്തമാതൽ വിധേഹി, അവിടുന്ന് അല്ലാണ്ട് ഞങ്ങൾക്കിനി മറ്റൊന്ന് അഭയമായിട്ടില്ല. അനന്യ ചിന്തയന്തോ ഏമാം ഭക്താഹ. ഗീതയിൽ അന്യഥാ ശരണം നാസ്തി ത്വമേവ സർവം മമ ദേവദേവ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. ആ അനന്യ ശരണാഗതി വിപ്രപത്നിമാർക്ക് പൂർണ്ണമായി എന്ന് എപ്പോൾ വന്നോ അവരെയൊക്കെ അനുഗ്രഹിച്ചതാണ്. മറ്റത് വിട്ട്
ഭഗവാൻ മാത്രം ആ നിലയിലേക്ക് ആവണം എന്നർത്ഥം. അങ്ങനെ അനുഗ്രഹിച്ചവരെ പറഞ്ഞയച്ചു. ഏതായാലും അവരെ മോശം കൊടുത്ത് വിടാം ശ്രീകൃഷ്ണൻ വേണമെങ്കിൽ, അത് ചെയ്തില്ല. കാരണം ഓരോരുത്തർക്കും നിശ്ചയിച്ച ചില കർത്തവ്യങ്ങളുണ്ട്. അത് അനുഷ്ഠിച്ചുകൊണ്ട് നേടേണ്ട ഒന്നാണ് മോക്ഷം. അല്ലാണ്ട് ഡയറക്റ്റ് അങ്ങോട്ട് ആയിട്ട് കാര്യമില്ല എന്നർത്ഥം. അപ്പോൾ ഈ വിപ്രപത്നിമാരുടെ ധർമ്മം എന്താ? പതിശുശ്രൂഷ സ്ത്രീണാം പരോ ധർമ്മ. രോഗി അധനോപി എന്ന് പറയേണ്ട രാസലീലയിൽ, രോഗിയാണെങ്കിലും ഉപേക്ഷിക്കാൻ വിധിയില്ല. അധനഹ, ദരിദ്രനായാലും ഉപേക്ഷിക്കരുത്. കാരണം പാതിവൃത്യം എന്നുള്ളത് ധർമ്മമായിട്ടാണ്. ധർമ്മജ്ഞ എന്നല്ലേ സംബോധന. അപ്പോൾ ധർമ്മജ്ഞനാകുന്ന ഭഗവാൻ അതറിയാമെന്നർത്ഥം കൊണ്ട് മോശം കൊടുത്തിട്ടില്ല. നേരെ മറിച്ച് അവർ ചെയ്യേണ്ട കർത്തവ്യം എന്താ? ഭർത്താക്കന്മാരെ വേണ്ടോണം ശുശ്രൂഷിക്കുക, അതിൽ കൂടി ശരിയായിട്ടുള്ള പതിയിലേക്ക് എത്തുക, അതാണ് ആവശ്യം എന്നർത്ഥം. അതുകൊണ്ട് ഇവർ മടങ്ങി ചെന്നാൽ ഭർത്താക്കന്മാരെ വീട്ടിൽ കയറ്റണ്ടേ, സ്വീകരിക്കണ്ടേ. അതിനാണ് വിധൃത ഭർത്ത, ഒരു മുത്തശ്ശി അവിടുന്ന് ഇറങ്ങിയപ്പോൾ കൃഷ്ണ കൃഷ്ണ എന്ന് പറഞ്ഞ് ഇറങ്ങി. എല്ലാവരും പുറപ്പെടുമ്പോൾ എനിക്കും കൃഷ്ണനെ കാണാൻ മോഹമില്ലേ, എന്നെ ഇവിടെ പിടിച്ച് ഇട്ടേക്കല്ലേ എന്ന നിലയിൽ ബന്ധൂരക്കാഞ്ചന കൂട്ടിയിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. ഈ പഞ്ചര അങ്ങോട്ട് പൊളിക്കാൻ കൃഷ്ണൻ വിചാരിച്ച വല്ല വിഷമമുണ്ടോ? ഇതാ ഇതം ശരീരമാകണ കൂട്, അതിൻ്റെ ഉള്ളിൽ ഞാൻ കിടക്കല്ലേ, അതുകൊണ്ടല്ലേ എല്ലാവരും പുറപ്പെട്ടപ്പോൾ അവിടുത്തെ കാണാൻ തടസ്സമെങ്കിൽ ഇതും കൂടി പൊളിക്കാൻ വല്ല വിഷമമുണ്ടോ? ദേഹം കർമാനുബന്ധനം, ശരീരത്തിനാണ് കർമ്മം, അല്ലാണ്ട് മറ്റൊന്നുമില്ല. അതുകൊണ്ട് ഇതങ്ങോട്ട് പൊളിക്കാൻ വല്ല വിഷമമുണ്ടോ? ഒരു വിഷമവും ഇല്ല എന്ന നിലയിൽ പൂർണ്ണത്വം വ്യക്തമാക്കി ശരീരത്തോടു കൂടി സായുജ്യം കൊണ്ട് കൊടുത്തു. മുറി തുറന്നപ്പോഴാണ് മുത്തശ്ശി കൊടുത്ത വസ്ത്രം, രുദ്രാക്ഷമാല, കണ്ണട, വടി ഒക്കെ മക്കൾക്ക് വീതം വയ്ക്കാൻ പാകത്തിനൊക്കെ കിടപ്പുണ്ട്, ആളെ കാണാനില്ല. അപ്പോഴാണ് സംശയം. അത് അവരുടെ അകക്കണ്ണ് തുറന്നു. എന്താ? കൃഷ്ണൻ വേറൊരു ഗോപാലകൻ, അല്ലെങ്കിൽ വനവാസനഹ, ഒരു കാട്ടി നടക്കുന്ന ഒരു പയ്യൻ അല്ല, ഈശ്വരൻ തന്നെയാണെന്ന ബോധം അവർക്ക് വന്നുകൊണ്ടുണ്ടായി. വിപ്രപത്നിമാരെ മടങ്ങി വന്നപ്പോൾ കേമായിട്ട് അവരെ സ്വീകരിക്കാൻ തയ്യാറായതാണ്. അപ്പോൾ അവരുടെ ഉള്ളിൽ ഈശ്വരബോധത്തെ ഊട്ടി ഉറപ്പിച്ച് വിപ്രപത്നിമാരെ സ്വീകരിക്കണം. അപ്പോഴാണ് ഭർത്തൃശുശ്രൂഷ എന്ന ധർമ്മം അനുഷ്ഠിക്കാൻ സാധിക്കുക. ആ ധർമ്മത്തിൽ കൂടിയിട്ട് ഭഗവത് പ്രാപ്തി. അതാണ് അച്ഛൻ നിലയ്ക്ക് ചെയ്യേണ്ട കർത്തവ്യം, അമ്മ എന്ന നിലയ്ക്കേണ്ട കർത്തവ്യം, മകൻ നിലയ്ക്ക് സ്വധർമ്മ പരിനിഷ്ഠയാ ജന്മലാഭ പരപുംസാം അന്തേ നാരായണ സ്മൃതി. അവനവൻ ചെയ്യേണ്ട കർത്തവ്യങ്ങളിൽ കൂടിയിട്ട് ഈശ്വരങ്ങളിലേക്ക് എത്തുക. അതൊക്കെ ഉപേക്ഷിച്ച് പോകലല്ല, കർത്തവ്യങ്ങളിൽ കൂടിയാണ് ഭഗവത് പ്രാപ്തി. അത് വ്യക്തമാക്കുകയാണെന്നാൽ ബ്രാഹ്മണർ പോയോ എന്ന് ചോദിച്ചാൽ ഇന്നാവാം നാളെയാവാം എന്ന് പറഞ്ഞ് അവരിങ്ങനെ കഴിച്ചു കൂട്ടിയെന്നല്ലാണ്ട് പോകാൻ തോന്നിയില്ല. ശ്രീശുഖൻ പറയാ, നാസാം ദ്വിജാതി സംസ്കാരോ ന നിവാസോ ഗുരാവപി ന തപോ ന ആത്മമീമാംസ ന ശൗചം ന ക്രിയാ ശുഭാഃ അദാപി ഹ്യുത്തമസ്വോകേ കൃഷ്ണേ യോഗേശ്വരേശ്വരേ ഭക്തിദൃഢാജാസ്മാകം സംസ്കാരാദിമതാമപി. നോക്കൂ, ഈ വിപ്രപത്നിമാർ ഉപനയന സംസ്കാരങ്ങളൊന്നുമില്ല, ഗുരുകുല വിദ്യാഭ്യാസം ഇല്ല, തപസ്സില്ല, ആത്മതത്വ ചിന്തയില്ല, ശൗചാദി കർമാനുഷ്ഠാനങ്ങളില്ല. പക്ഷേ ഭഗവാനിലേക്ക് ദൃഢമായിട്ടുള്ള പ്രേമഭക്തി ഉറച്ച കാരണം അവർക്ക് ദർശനം എളുപ്പമായി. അത്രയൊന്നും വേദപാണ്ഡിത്യം ഉണ്ടായിട്ടും അവർക്ക് വന്നില്ല. കൊണ്ട് ഇന്നും നാളെ ആവാം മറ്റന്നാവാം എന്ന് പറഞ്ഞ് കഴിച്ചു കൂട്ടിയെന്നല്ലാണ്ട് മറ്റൊന്നില്ല. ഇതാണ് ഭട്ടതിരിപ്പാട് പറഞ്ഞത്. വേദം പഠിച്ചിട്ടും നിന്നെ ഭജിക്കാത്ത പാപിയാക്കൊല്ലേ നീ എന്നെ എന്നും താദശമാം കൃതാഹ. മേൽപ്പത്തിൽ പറയാൻ കാരണം പാണ്ഡിത്യമല്ല, ഭക്തിയാ ഭാഗവതം ജ്ഞേയം. ഭക്തി തന്നെയാണ് പൂർണ്ണമായിട്ട് വേണ്ടത് എന്നുള്ളത് ഗോപസ്തികളുടെ കാത്യായനത്തിൽ കൂടിയിട്ടും വിപ്രപത്നിമാരുടെ അനുഭവത്തിൽ കൂടിയിട്ടും കാണിച്ചു. ഇന്ദ്രയാഗം കൂടി പറയേണ്ടിയിരുന്നു, സമയം കഴിഞ്ഞു, ഇനി അടുത്തലാവാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഇതുവരെ